നമസ്തേ. ജയിക്കാമായിരുന്ന ആദ്യ ടെസ്റ്റ് തോറ്റപ്പോൾ പലരും ശുഭ്മാൻ ഗില്ലിന് നേരെ വിരൽ ചൂണ്ടി. ക്യാച്ചുകൾ കൈവിട്ട് തോറ്റപ്പോൾ ക്യാപ്റ്റന്റെ കുഴപ്പമെന്ന് കളിയാക്കി. പറ്റാത്ത പണിയെന്ന് ട്രോളി. അപ്പോഴും ലീഡ്സിൽ 1.5 സെഞ്ചുറിയുമായി അയാൾ കളം നിറഞ്ഞു. രണ്ടാം ടെസ്റ്റിലെത്തിയപ്പോഴും ആ മികവ് കണ്ടു. നായകന്റെ സമ്മർദ്ദമില്ലാതെ കളിച്ചു കാണിച്ചു. ഇന്ന് ആദ്യ ജയം അരികെ എത്തി നിൽക്കുമ്പോൾ ഒറ്റ ചോദ്യം: ക്യാപ്റ്റൻ ഗിൽ വരവറിയിച്ചോ? സ്വാഗതം സൺഡേ ഡിബേറ്റിലേക്ക്. ചർച്ചയ്ക്കായി BCCI മാച്ച് റഫറി പി രംഗനാഥൻ, മുൻ കേരള ക്യാപ്റ്റനും പരിശീലകനുമായ സോണി ചെറുവത്തൂർ, കേരള താരം ഷോൺ റോജർ, ഒപ്പം മുൻ അമ്പയർ ഡോക്ടർ KN രാഘവനെയും പ്രതീക്ഷിക്കുന്നു. ആദ്യം സോണി ചെറുവത്തൂരിലേക്ക്. ശ്രീ സോണി ചെറുവത്തൂർ, ഇത്ര അനായാസമായി ഒരാൾക്ക് എങ്ങനെ ബാറ്റ് ചെയ്യാനാകും? ഏതുതരം സാഹചര്യങ്ങളാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അത് എത്രത്തോളം മികച്ചതാണെന്ന് നമുക്ക് ഒന്നുകൂടി മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. കാരണം ഇംഗ്ലണ്ട് പോലുള്ള ഒരു സാഹചര്യത്തിൽ അമ്പയെ പരാജയപ്പെടും, മൂവിംഗ് മോളിനെതിരെ അദ്ദേഹത്തിന് യാതൊരു ക്ലൂ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് കളിയാക്കിയ പല വിദഗ്ധരുമുണ്ട്. അദ്ദേഹത്തിന്റെ കോച്ചിനോടൊപ്പം അദ്ദേഹത്തിന്റെ ആവറേജും വളരെ മോശമായിരിക്കും എന്നൊക്കെ പറഞ്ഞ ചില കളിയാക്കലുകളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ 2 ടെസ്റ്റ് അവസാനിക്കേണ്ട ഒരു പക്ഷേ ഈ ടെസ്റ്റിന്റെ വിജയത്തിന് ശേഷം അത്തരത്തിലുള്ള ഡയലോഗുകൾ അടിച്ച ആളുകളൊക്കെ ഒന്നുകൂടി ഒന്ന് ഇരുത്തി ആലോചിക്കുമെന്നുള്ളതിൽ സംശയം വേണ്ട. കാരണം അത്രത്തോളം ഗംഭീരമായ 90% മുകളിൽ കൺട്രോൾ കാണിച്ച ഇന്നിങ്സുകൾ കൂടിയാണ് ഈ 2 ഇന്നിങ്സുകൾ എന്ന് ആലോചിക്കുമ്പോൾ ഈ വരാൻ പോകുന്ന ഇന്ത്യയുടെ ഫ്യൂച്ചർ എത്ര ഗംഭീരമാണെന്ന് നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. സോണി, എന്താണ് ശുഭ്മാൻ ഗില്ലിന്റെ പ്രത്യേകത? അദ്ദേഹത്തിന് ഈ ഇംഗ്ലീഷ് സാഹചര്യങ്ങളിൽ നന്നായി കളിക്കാൻ സാധിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ ബോൾ മൂവ് ചെയ്യുകയും ഫാസ്റ്റ് ബോളിങ്ങിന് അനുകൂലമായിട്ടുള്ള വിക്കറ്റുകൾ മൊഹാലിയിലാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, മൊഹാലിയിലെ വിക്കറ്റുകളാണ് പലപ്പോഴും പരമ്പരാഗതമായി സീം ബോളിങ്ങിന് അനുകൂലം. അവിടുത്തെ കാലാവസ്ഥ ഇത്ര സമയത്ത് വിന്ററിലേക്കൊക്കെ എത്തുമ്പോൾ സ്വിംഗ് ബോളിങ്ങിന് അനുകൂലമാണ്. നമുക്കറിയാം, ജോഗിന്ദർ ശർമ്മയെ പോലെ, ഹർഭജൻ സിംഗിനെ പോലെ നല്ല രീതിയിൽ ഇപ്പൊ നമുക്ക് സന്ദീപ് ശർമ്മയെ അറിയാം. അങ്ങനെ പന്തിനെ സ്വിംഗ് ചെയ്യിക്കാൻ സാധിക്കുന്ന ഒട്ടനവധി ബൗളേഴ്സ് പഞ്ചാബിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്, ആ റീജിയനിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള വിക്കറ്റുകളിൽ കളിച്ച് ശീലിച്ച് വളർന്നു വന്നിട്ടുള്ള ശുഭ്മൻ ഗില്ലിന് ഏതെങ്കിലും ഒരു പന്ത് ലീവ് ചെയ്യാനോ അല്ലെങ്കിൽ ആ പന്തിന്റെ ലൈൻ മനസ്സിലാക്കാനോ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അദ്ദേഹത്തിന് സീമിംഗ് ബോളിനെതിരെ ബുദ്ധിമുട്ടുണ്ട്. അദ്ദേഹത്തിന് ബൗൺസ് പ്രശ്നമല്ല, കാരണം സ്ക്വയർ ഓഫ് ദി വിക്കറ്റിൽ നന്നായി കളിക്കുമെന്നുള്ള ചില ഒരു അഭിപ്രായമൊക്കെ ഉണ്ടായെങ്കിൽ പോലും സീമിംഗ് ബോളിനെതിരെ അദ്ദേഹം ബുദ്ധിമുട്ടുമെന്നാണ് പൊതുവെ നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ വളർന്നു വന്ന ആ ഒരു ചുറ്റുപാടുകൾ അദ്ദേഹത്തെ ഇതിനുവേണ്ടി സജ്ജമാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, അദ്ദേഹം കളിക്ക് വേണ്ടി ഈ ടെസ്റ്റ് മത്സരങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സംശയമില്ല. വളരെ ലേറ്റ് ആയിട്ട് കളിക്കുന്നുണ്ട്. സോണി, ഈ യുസ്വേന്ദ്ര ചഹലിനൊരു യൂട്യൂബ് ചാനലുണ്ട്. അതിൽ പലപ്പോഴും കഥാപാത്രങ്ങളായി വരിക ശുഭ്മാൻ ഗില്ലും ഇഷാൻ കിഷനുമൊക്കെ ആയിരുന്നു. വളരെ രസകരമായി തമാശകൾ പങ്കിട്ട് അത്തരം ദൃശ്യങ്ങളായിരുന്നു പലപ്പോഴും ചഹൽ യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്തിരുന്നത്. അതൊക്കെ കാണുമ്പോൾ എത്ര പെട്ടെന്നാണ് ശുഭ്മാൻ ഗിൽ ഒരു നായകനായി പരുവപ്പെട്ടത് എന്ന് അത്ഭുതം തോന്നും. അത് ഈ സീസണിലെ IPL മത്സരങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന്റെ ഏതാണ്ട് പകുതി വഴിയിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു, കഴിഞ്ഞ സീസണിൽ ക്യാപ്റ്റൻ എന്ന നിലയിൽ താൻ അത്ര മികച്ചതായിരുന്നില്ലെന്ന് അദ്ദേഹം അഡ്മിറ്റ് ചെയ്യാണ്. കാരണം അദ്ദേഹത്തിന്റെ പൊതുവെയുള്ള സ്വഭാവം കുറച്ചുകൂടി തന്നിലേക്ക് ഒതുങ്ങി തന്റെ കാര്യങ്ങൾ, തന്റെ ബാറ്റിംഗ്, തന്റെ റൺസ് അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരനിലേക്ക് ഈ IPL-ന്റെ ഒരു വലിയ ഉത്തരവാദിത്വം, അതൊരു ക്യാപ്റ്റൻ എന്നുള്ള വലിയ ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ക്യാരക്ടർ, അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റിയിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സീസണിലേക്ക് വരുമ്പോൾ അതിന് തയ്യാറായിട്ട് വന്ന, അല്ലെങ്കിൽ കളിക്കാരോട് അല്ല തന്റെ സഹതാരങ്ങളോട് കൂടുതൽ സമയം ചെലവഴിക്കാനും അവരിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും അവർക്ക് വേണ്ടതെന്ന് മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു ക്യാപ്റ്റൻ എന്ന നിലയിലേക്ക് ശുഭ്മൻ ഗിൽ വളർന്നിരിക്കുന്നു എന്നുള്ളതിന്റെ സൂചനകൾ ഈ IPL-ന്റെ ഈ സീസണിൽ തന്നെ നമുക്ക് ലഭിച്ചിരുന്നു. ഒരുപക്ഷെ അതിനുശേഷം ഇന്ത്യയുടെ ടെസ്റ്റ് ക്യാപ്റ്റൻ ആകുമ്പോൾ നമുക്കറിയാം എത്രത്തോളം വലിയ ഉത്തരവാദിത്തമാണ്, എത്രത്തോളം സമ്മർദ്ദമുണ്ട് എന്നുള്ളത്. അതിലേക്കാണ് വരുന്നത്. ഒന്ന്, സോണി തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇംഗ്ലീഷ് സാഹചര്യത്തോട് പൊരുത്തപ്പെടുക അത്ര എളുപ്പമല്ല. മാത്രമല്ല, അവരുടെ ബൗളിംഗ് നിര നമ്മൾ കണ്ടതാണ്. വളരെ നന്നായി സ്വിംഗ് ചെയ്ത് ബാറ്റ്സ്മാനെ ഷോട്ടിലേക്ക് കൊണ്ടുവന്ന് പുറത്താക്കാൻ കെൽപ്പുള്ള ഒരു പിടി ഫാസ്റ്റ് ബൗളർമാർ. ആ പ്രതിസന്ധികളെ ഒക്കെ മറികടക്കുന്നു. മാത്രമല്ല, ക്യാപ്റ്റൻ കൂടിയാണ്. ക്യാപ്റ്റനായ ഗിൽ ഇംഗ്ലണ്ട് പോലൊരു സാഹചര്യങ്ങൾ അത്ര അനുകൂലമല്ലാത്ത ഒരു പിച്ചിൽ, അല്ലെങ്കിൽ രണ്ടാമത്തെ പിച്ചിലും ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു, അനായാസം റണ്ണടിക്കുന്നു.
അദ്ദേഹത്തിന്റെ ടെക്നിക്കിന്റെ ഒരു വലിയ ഒരു സുഖം കൂടി ഈ ഒരു റണ്ണുകൾക്കുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വളരെ ലേറ്റ് ആയിട്ട് പന്തിനെ മീറ്റ് ചെയ്യാൻ സാധിക്കുകയും സ്ക്വയറേഴ്സ് വിക്കറ്റിലേക്ക് കൂടുതൽ കളിക്കാനും ഒക്കെ സാധിക്കുന്ന വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഡിഫൻസ് ഉള്ള ഒരു താരമാണ് ശുഭൻ ഗിൽ എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷെ അത്രയൊക്കെ ഉണ്ടായിട്ട് പോലും പലപ്പോഴും മോശം ഷോട്ടുകളിൽ അദ്ദേഹം വിക്കറ്റ് വലിച്ചെറിയുന്നത് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. പക്ഷെ ക്യാപ്റ്റൻ എന്ന നിലയിൽ രണ്ടു തരത്തിലാണ് ഒരു ബാറ്ററെ അത് ബാധിക്കുക. ഒന്ന്, ആ ഉത്തരവാദിത്വത്തിന്റെ ആ സമ്മർദ്ദം പലപ്പോഴും അത് താങ്ങാൻ സാധിക്കാതെ ബാറ്റിങ്ങിൽ പരുങ്ങുന്ന പല ക്യാപ്റ്റന്മാരെയും കണ്ടിട്ടുണ്ട്. പക്ഷെ ചിലർക്ക് അത് വലിയ അനുഗ്രഹമാണ്, വലിയ ഇൻസ്പിറേഷനാണ്. എനിക്ക് തോന്നുന്നു ശുഭൻ ഗില്ലിന് ക്യാപ്റ്റൻസി എന്നുള്ളത് ഒരു വലിയ സന്തോഷമാണെന്ന് തോന്നുന്നു. യെസ്, അത് തീർച്ചയായും വ്യക്തവുമാണ്. ഈ നമുക്ക് ഇതിനു മുമ്പ് ഇത്രയും ടെക്നിക്കൽ പെർഫെക്റ്റ് ആയ ഒരു ബാറ്റ്സ്മാനായി എല്ലാവരും വിലയിരുത്തുന്നത് നമ്മുടെ രാഹുൽ ദ്രാവിഡിനെയാണ്. ഒരുപക്ഷെ രാഹുൽ ദ്രാവിഡ് പ്രതിരോധത്തിലേക്കെങ്കിൽ അങ്ങനെ തന്നെ നിലയുറപ്പിച്ച് കളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇത് പ്രതിരോധം മാത്രമല്ല, എപ്പോഴും മോശം പന്തുകളെ സെലക്ട് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന ഒരു ബാറ്റ്സ്മാനായി ടെസ്റ്റിൽ പോലും മാറുന്നുവെങ്കിൽ അത് വലിയൊരു ഭാവിയിലേക്കുള്ള സൂചനയല്ലേ? യാതൊരു സംശയമില്ല. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഇല്ലാത്ത ടെസ്റ്റ് സീരീസ് ആണ് അത്. അവരില്ലാത്ത ഒരു ടെസ്റ്റ് സീരീസിലേക്കാണ് ശുഭൻ ഗിൽ എത്തുന്നത് എന്നുള്ളതൊക്കെ തന്നെ നമ്മൾ തകർന്നടിഞ്ഞു പോകുമെന്നുള്ള സൂചനകളാണ് നൽകിയത്. പക്ഷെ അദ്ദേഹത്തിന്റെ ആദ്യ സീസണിലെ പ്രകടനങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ തന്നെ അദ്ദേഹം ഈ ഭാവി എന്താണെന്നുള്ളതിന്റെ ചില ഗ്ലിംസസ് നമുക്ക് കാണിച്ചു തന്നിരുന്നു. പക്ഷെ ഇംഗ്ലണ്ടിൽ പ്രത്യേകിച്ച് പന്ത് മൂവ് ചെയ്യുകയും ബാറ്റിങ്ങിന് ഏറ്റവും ദുഷ്കരമായിട്ടുള്ള സാഹചര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ലോക സാഹചര്യങ്ങളിൽ. പക്ഷെ അവിടെ ഇത്ര മനോഹരമായിട്ട് 90% മുകളിൽ കൺട്രോളോടുകൂടി, അതായത് ബീറ്റണാക്കിയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിലാക്കിയോ ചെയ്യുന്നത് 10% പന്തുകൾ മാത്രമാണെന്ന് ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിന് എത്രമേൽ മേധാവിത്വം കൊണ്ട് ഇംഗ്ലണ്ട് ബോളിങ്ങിന് മുകളിൽ, ഈ ഇംഗ്ലണ്ട് സാഹചര്യങ്ങൾക്ക് മുകളിൽ നിന്ന് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ശരി, ഞാൻ സോണിയിലേക്ക് വരാം. ഇപ്പോൾ കേരള താരം ഷോൺ റോജർ കൂടി ഒപ്പം ചേരുന്നുണ്ട്. ഷോൺ റോജർ, ആദ്യമേ നമ്മുടെ കേരള ക്രിക്കറ്റ് ലീഗിൽ ഉയർന്ന വിലയ്ക്ക് തൃശ്ശൂർ ടൈറ്റൻസിലെത്തിയ സന്തോഷം പങ്കുവയ്ക്കുന്നു. അഭിനന്ദനങ്ങൾ. ഇനി ഗില്ലിലേക്ക് വരാം. ടോപ്പ് ഓർഡറിൽ കളിക്കുന്ന ഒരു ബാറ്റ്സ്മാനാണ് ഷോൺ റോജർ. ഈ ഗില്ലിന്റെ ബാറ്റിംഗ് കാണുമ്പോൾ എന്തു തോന്നുന്നു? അതെ സാർ, തീർച്ചയായിട്ടും വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു ഇന്നിങ്സ് ആണ് ഇപ്പം നമ്മൾ ഈ ടെസ്റ്റിൽ കാഴ്ചവെച്ചത്. ഒരുപാട് നമുക്ക് എന്നെ പോലെ ബാറ്റ്സ്മാൻ വളരെ കണ്ടുപഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ. അവർ ഫസ്റ്റ് ഇന്നിങ്സിൽ എങ്ങനെ ബാറ്റ് ചെയ്തു, അതേപോലെ തന്നെ ഇപ്പോൾ സെക്കൻഡ് ഇന്നിങ്സിൽ എങ്ങനെ ബാറ്റ് ചെയ്യുന്നു, ഓരോരോ ഡിഫറെൻറ്റ് ഗെയിം സിറ്റുവേഷനിൽ അങ്ങനെ അവയർനെസ്സോടെ രണ്ടുപേരും. അതേപോലെ ശുഭ്മൻ ഗിൽ ബാറ്റ് ചെയ്ത് ഫസ്റ്റ് ഇന്നിങ്സിൽ 100, 269 സെക്കൻഡ് ഇന്നിങ്സിൽ ഒരു 100 അടിക്കാനും, അതും വളരെ ഒരു കുറവ് ബോൾ, കുറച്ച് ഫസ്റ്റ് ഇന്നിങ്സ് അങ്ങനെ കുറച്ചും കൂടെ ബോൾ കുറച്ച് അങ്ങനെയാണ് കളിച്ചതാണ്. സോ രണ്ടൊരു ഗെയിം സ്റ്റൈലാണ് അവിടെ നമ്മൾ കണ്ടത്. ആ ഒരു ഫീൽഡ് സെറ്റിംഗ്, അവരുടെ ഒരു ഒപ്പോണൻസിനെ ഒന്ന് കൗണ്ടർ ചെയ്ത് എങ്ങനെ എവിടെ നിന്നൊക്കെ റൺസ് അടിക്കാനുള്ള ഒരു രീതിയിലാണ് നമ്മൾ കണ്ടത്. സോ വളരെ നല്ലൊരു നോക്കായിരുന്നു കാണാൻ പറ്റിയത്. ശരി, ഈ ധോണി ഇപ്പോൾ ക്യാപ്റ്റൻ കൂൾ എന്ന വാക്കിനെ പേറ്റൻ്റെ അടുത്ത് സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ ഗില്ലിൻ്റെ കളി കണ്ടപ്പോൾ തുടക്കത്തിൽ തന്നെ അത്ര അനുകൂലമല്ലാത്ത ഒരു സിറ്റുവേഷനിൽ, ഒരു വിദേശ പര്യടനത്തിൽ ഇത്ര കൂളായി കളിക്കുന്നത് കാണുമ്പോൾ ധോണിക്ക് അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് തോന്നിയോ? എങ്ങനെയൊന്നുമില്ല. നമ്മൾ ഈ ഇന്നിങ്സ് ശുഭ്മൻ ഗില്ലിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അവൻ്റെ ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന ഒരു ഏറ്റവും വലിയ ഒരു റൺസ് അടിച്ചൊരു ഈ ഒരു സമയമാണ്. സോ വെളിയിൽ അങ്ങനെ വിദേശത്ത് പോയിട്ട് അങ്ങനെ റൺസ് അടിക്കുക എന്നുള്ള എളുപ്പമുള്ള ഒരു കാര്യമല്ല. അതും ഇംഗ്ലണ്ടിനെതിരെ സ്വിങ്ങിങ് കണ്ടീഷൻസും പിച്ച് ബോളേഴ്സിനെ മാക്സിമം ഫേവർ ചെയ്യുന്ന രീതിയിലും, പിന്നെ ഇപ്രാവശ്യം കുറച്ചും കൂടെ ബാറ്റിംഗ് വിക്കറ്റായിരുന്നു കുറച്ച് കാണുമ്പോൾ തോന്നിയിട്ടുണ്ട്. സോ നല്ലൊരു ഇന്നിങ്സാണ് ഗില്ല് കളിച്ചത്. അതും ഇന്ത്യക്ക് വേണ്ടി ഇപ്പം നല്ലൊരു പൊസിഷനിലാണ് അവരുള്ളത്. ഇന്നത്തെ ഒരു ദിവസം അവർക്ക് 3 വിക്കറ്റ് ഓൾറെഡി കിട്ടിയിരിക്കുന്നു. ഇനി വരുന്ന ഈ ദിവസം ഇന്ത്യക്ക് ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശരി, സോണി ചെറുത്തൂർ ഒപ്പമുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സോണി, ഈ ജയിക്കാമായിരുന്ന ആദ്യ ടെസ്റ്റ്, അതായത് സെഞ്ചുറികൾ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരുടെ ഭാഗത്ത് നിന്ന് തുടരെ ഉണ്ടായിട്ടും അത് ഉപയോഗപ്പെടുത്താനായില്ല എന്നൊരാക്ഷേപം ശുഭ്മാൻ ഗില്ലിന് നേരെയായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ ക്യാച്ചുകൾ കൈവിട്ട് പരാജയപ്പെട്ടതാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിലൊന്നും പതറുന്നില്ല. അപ്പോൾ ഏത് സമ്മർദ്ദത്തെയും അതിജീവിക്കാനുള്ള കെൽപ്പ് ഈ നായകനുണ്ട് എന്ന് വേണ്ടേ കരുതാൻ?
മുതൽ ഇന്ത്യൻ ആരാധകരുടെ അവരുടെ എക്സ്പെക്ടേഷന്റെ സമ്മർദ്ദമാണ് ഒരു ഇന്ത്യൻ ക്യാപ്റ്റൻ ഏറ്റവും കൂടുതൽ അതിജീവിക്കേണ്ടി വരിക. അതിനെ അതിജീവിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിമർശനങ്ങളിലും വലിയ അഭിപ്രായങ്ങളിലും തളർന്നു പോകാതെ മുന്നോട്ട് വരാനും വലിയ സ്കോറുകൾ നേടാനും തന്നെ ടീമിനെ വിജയത്തിലേക്ക് അടുപ്പിക്കാനും വിജയിപ്പിക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു ക്യാപ്റ്റൻ എന്ന നിലയിലേക്ക് ശുഭ്മൻ ഗിൽ വളർന്നിട്ടുണ്ട്. അതൊരു സൂചനയാണ്. ശരി, ഞാൻ വരാം. ഷോൺ റോജർ, അതായത് ഈ വിരാട് കോഹ്ലി ഇല്ല, രോഹിത് ശർമ്മയില്ല, ഈ ടെസ്റ്റിലാകട്ടെ ബുംറയുമില്ല. അപ്പോൾ ഇതിഹാസ താരങ്ങളെന്ന് വിശേഷിപ്പിക്കാവുന്ന 3 പേരില്ലാതെ ഒരുപടി യുവതാരങ്ങളെ കൂട്ടി, എന്നാൽ പരിചയസമ്പത്തുണ്ട് ഉള്ളവരുണ്ട് താനും. അങ്ങനെ ഒരു ടീമിനെ നയിക്കുന്ന ഗില്ലിന് ഇതൊക്കെ എങ്ങനെ അനായാസം നേടാനാകുന്നു എന്നാണ്. നമുക്ക് അങ്ങനത്തെ ഒരു ഷോ കാണിക്കുമ്പോൾ അവരുടെ ഒരു കോൺഫിഡൻസും അവരുടെ ഒരു അബിലിറ്റിയിൽ അവരുടെ ഒരു വിശ്വാസമാണ് അത് കാണിക്കുന്നത്. സോ അത് നമുക്ക് കണ്ടുപഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ. സോ ഇപ്പോഴത്തെ പുതിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് കളിക്കുന്ന, എല്ലാവരും ഓരോരോ പെർഫോമൻസ് അങ്ങനെ അപ്ബിൽഡ് ചെയ്ത് വരുമ്പോൾ ഒരു ടീമിന് അതേപോലെ തന്നെ ടെസ്റ്റ് മാച്ച് അങ്ങനെ വിജയിക്കാൻ പറ്റുന്നത്. സോ അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. ശരി സോണി, ഈ എല്ലാ പന്തുകളെയും അറ്റാക്ക് ചെയ്യല്ല, പക്ഷേ എപ്പോഴും റൺസ് എടുക്കണമെന്ന ഒരു ബാറ്റ്സ്മാനാണോ ശുഭ്മാൻ ഗിൽ? നേരത്തെ സൂചിപ്പിച്ചു അദ്ദേഹത്തിന്റെ ഈ രണ്ട് ടെസ്റ്റിലെയും അദ്ദേഹത്തിന്റെ കൺട്രോൾ പെർസെന്റേജ് 90% മുകളിലാണ്. അപ്പോ തീർച്ചയായിട്ടും അദ്ദേഹം ഡിഫൻസ് ചെയ്യുമ്പോഴും അദ്ദേഹം കൺട്രോളിലാണ്, ഷോട്ട് മേക്കിങ്ങിലും അദ്ദേഹം ഏറ്റവും കൺട്രോൾ കൂടിയാണ് കളിക്കുന്നത്. എഡ്ജ് എടുക്കുന്നതൊക്കെ വളരെ കുറവാണെന്നാണ് ആ സ്റ്റാറ്റിന്റെ ഏതാണ്ടൊരു കാര്യമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച സ്ട്രോക്ക് മേക്കേഴ്സിൽ ഒരാളാണ്. അദ്ദേഹം ഒരു ഷോട്ട് കളിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് അദ്ദേഹം വളരെ ലാഘവത്തോടു കൂടി അല്ലെങ്കിൽ ആ ഷോട്ട് മേക്കിങ്ങിന് അനുകൂലമായിട്ടുള്ള അലൈൻമെന്റിലും പൊസിഷനിലും എത്താൻ അദ്ദേഹത്തിന് പലപ്പോഴും സാധിക്കാറുണ്ട്. അദ്ദേഹം ഒരു ഷോട്ട് കളിക്കാൻ വേണ്ടി കളിക്കുന്നതിനപ്പുറത്ത് അദ്ദേഹം എത്തി നിൽക്കുന്ന ആ ഒരു പൊസിഷനിൽ അദ്ദേഹത്തിന് ഷോട്ടുകൾ അനായാസം കളിക്കാൻ സാധിക്കുന്നു. അതാണ് പലപ്പോഴും ബൗളർമാർക്ക് അദ്ദേഹത്തിനെതിരെ പന്തെറിയാൻ അല്ലെ അദ്ദേഹത്തെ നിലയ്ക്ക് നിർത്താൻ സാധിക്കാതിരിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അദ്ദേഹം ഡിഫൻസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതല്ല എന്ന് നമുക്ക് വ്യക്തമാണ്. കാരണം ഡിഫൻസ് ചെയ്യാൻ വേണ്ടിയല്ല ഒരു നല്ല ബാറ്റർ നമുക്ക് കളിക്കുന്ന, അദ്ദേഹം ചെയ്യുന്നത് റണ്ണെടുക്കാൻ വേണ്ടിയാണ്. റണ്ണെടുക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ അത്തരത്തിലുള്ള പന്തുകളെ മാത്രമാണ് ഡിഫൻസീവായി കളിക്കേണ്ടി വരിക. അങ്ങനെയാണ് ക്രിക്കറ്റ് കളിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. സോണി, ഇന്നിപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഒരു ലേഖനമുണ്ട്. അതായത് ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്രീസിൽ നിന്ന് നടന്നിറങ്ങി അല്ലെങ്കിൽ പന്ത് എവിടെ വരും എന്ന് നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അനായാസം കളിക്കുന്ന ഒരാളായി മാറിക്കഴിഞ്ഞു ഗിൽ എന്നാണ്. അതായത് ഇംഗ്ലണ്ടിലെ സാഹചര്യങ്ങളിൽ പറ്റില്ലെന്ന് പലരും കരുതുന്നത് ഗില്ല് നേടിയെടുക്കുന്നു. അല്ല, പലപ്പോഴും അദ്ദേഹത്തിന്റെ ടെക്നിക്ക്, പ്രത്യേകിച്ച് ഗുഡ് ലെങ്ത് ഹാർഡ് ലെങ്ത് ഹിറ്റ് ചെയ്യുന്നവർക്ക് അദ്ദേഹത്തിന് വളരെ സോളിഡ് ആയിട്ടുള്ള ടെക്നിക്കാണ്. കാരണം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാക്ക് ഫുട്ട് ഗെയിം അദ്ദേഹത്തിനുണ്ട്. അതാണ് നമ്മൾ ഓസ്ട്രേലിയയിൽ ആദ്യം കണ്ടിരുന്നത്. അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ തന്നെ ഏതാണ്ട് 300, 400, 500 പ്ലാസ്റ്റിക് ബോൾ കൊണ്ട് അദ്ദേഹത്തെ ബാക്ക് ഫുട്ടിൽ കളിക്കാനായിട്ട് പരിശീലിപ്പിച്ചിരുന്നു എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചുള്ളത്. പക്ഷെ അതിന് അപ്പുറത്തേക്ക് പന്ത് മുന്നോട്ട് പിച്ച് ചെയ്യുമ്പോൾ ഫ്രണ്ട് ഫുട്ടിലുള്ള ഗെയിം കുറച്ചുകൂടി നന്നാക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ ഈ ഇംഗ്ലണ്ട് സാഹചര്യങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് അദ്ദേഹം ആ ഒരു ആസ്പെക്ട് കൂടി, ബാക്ക് ഫുട്ട് ഗെയിം മാത്രമല്ല, ബാക്ക് ഫുട്ടിലെ പഞ്ചോ കട്ടോ പുള്ളോ സ്ക്വയർ ഓഫ് ദ വിക്കറ്റിലെ ഷോട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇൻ ഫ്രണ്ട് ഓഫ് ദ വിക്കറ്റിലേക്കും അദ്ദേഹം കളിക്കാൻ സാധിച്ചു. അദ്ദേഹത്തിന് അതിൽ കൺട്രോൾ ഉണ്ടായി എന്നുള്ളത് വളരെ വളരെ നല്ലൊരു കാര്യമാണ് ഇന്ത്യൻ ക്രിക്കറ്റിനും ശുഭൻ ഗില്ലിനും. ശരി, ഷോൺ റോജറിലേക്ക്. ഷോൺ, എന്താണ് ക്യാപ്റ്റൻ ഗില്ലിനെ വ്യത്യസ്തനാക്കുന്നത്? നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് ഗില്ലെന്ന കളിക്കാരനെ കുറിച്ചാണ്, ഗില്ലെന്ന ക്യാപ്റ്റനെ കുറിച്ച്. എനിക്ക് തോന്നിയിട്ടുള്ള ഇൻ്റർവ്യൂസിലും സ്റ്റാർ സ്പോർട്സിലും ഒക്കെ കളി തുടങ്ങുന്ന മുമ്പ് കാണുന്നത് ഗില്ല് ഒരു ബോളേഴ്സ് ക്യാപ്റ്റൻ്റെ ഒരു ഇതാണ് കാണുന്നത്. സോ അവർ ബോളേഴ്സിൻ്റെ ഒരു ബോളിംഗ് സൈഡ് നോക്കുമ്പോൾ നമുക്ക് ബോളേഴ്സിൻ്റെ ഇഷ്ടമുള്ള ഒരു ഫീൽഡും ഇഷ്ടമുള്ള അവരുടെ ഒരു പ്ലാൻസിനെ സപ്പോർട്ട് ചെയ്ത് പോകുന്നതാണ്. അത് വളരെ നല്ലൊരു ഒരു അബിലിറ്റിയാണ് കാണുന്നത് ഒരു ക്യാപ്റ്റൻ്റെ സൈഡിൽ നിന്ന്. ബോളേഴ്സിനെയും അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ ഫസ്റ്റ് പ്ലാൻസ് എക്സിക്യൂട്ട് ചെയ്ത് പിന്നെ അവൻ്റെ ഐഡിയസിലോട്ട് പോകാനാണ് ഗില്ലിൻ്റെ ഒരു അപ്രോച്ചാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ക്യാപ്റ്റൻസിയിൽ. ഷോൺ, അതായത് എല്ലാ കളിക്കാരെയും ഒരുമിച്ച് നിർത്തുന്ന ഒരു കളിക്കാരൻ, ഒരു സ്ട്രിക്റ്റ് അല്ല, എന്നാൽ കൃത്യമായി എല്ലാവരെയും ഉപയോഗിക്കാൻ അറിയുന്ന ഒരു ക്യാപ്റ്റൻ അല്ലേ? അതെ, തീർച്ചയായിട്ടും.
അങ്ങനെ എനിക്ക് തോന്നുന്നു അങ്ങനെ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ എല്ലാവരും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇപ്പോൾ കളിച്ച് അവരെല്ലാവരും ഒരുമിച്ച് കളിച്ചിട്ട് കുറേ നാളായി. സോ അവർക്ക് ആ ഒരു കെമിസ്ട്രിയും ആ ഒരു ബോണ്ടും അവർക്ക് ഉണ്ട്, അവരങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം അങ്ങനെ ഒരു വലിയൊരു മിക്സപ്പ് അങ്ങനെ ഇല്ല അതിൽ. സോ അതിൽ ഒരുപാട് ഇൻവോൾവ്മെൻറ്റും ഒരുപാട് കണക്ഷൻസും അതെല്ലാം നമുക്ക് വെളിയിൽ നിന്ന് ആ ഒരു ഒരുമിച്ച് വരുമ്പോഴാണ് ഇങ്ങനെ നല്ലൊരു പെർഫോമൻസ് എല്ലാം ചേർന്ന് വരുന്നതിനാണ് എനിക്ക് തോന്നുന്നത്. ശരി സോണി, അതായത് ഈ നിതീഷ് കുമാർ റെഡ്ഡിയെ പോലെ ആകാശ് ദീപിനെ പോലെ ഒരു പിടി പുതിയ താരങ്ങൾ, അതേസമയം ജഡേജയെ പോലെ രാഹുലിനെ പോലെ പരിചയസമ്പന്നരായ താരങ്ങളും, ഈ രണ്ട് തരത്തിൽപ്പെട്ടവരെയും ഒരുമിപ്പിക്കണമെങ്കിൽ അതെത്ര എളുപ്പമല്ല. പക്ഷേ സമർത്ഥമായി അത് കൈകാര്യം ചെയ്യുന്നുണ്ടോ ഗില്ല്? നാച്ചുറൽ ലീഡർ ആയിരുന്നില്ല. നമുക്കറിയാം, ആദ്യമായി ഗുജറാത്ത് ടൈറ്റൻസിന്റെ ക്യാപ്റ്റൻസി അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം അല്പം സ്ട്രഗിൾ ചെയ്തിരുന്നു. അദ്ദേഹം ആ ഒരു സമ്മർദ്ദം അദ്ദേഹത്തിന്റെ ബാറ്റിങ്ങിലും പ്രകടനമായിരുന്നു. പക്ഷെ കഴിഞ്ഞ സീസണിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം, ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച താരങ്ങൾ അണിനിരക്കുന്ന ഒരു ലീഗാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ്. അവിടെ ഏറ്റവും മികച്ച രീതിയിൽ തന്റെ ടീമിനെ മുന്നോട്ട് നയിക്കാനും അതിനോടൊപ്പം തന്നെ ബാറ്റ് കൊണ്ട് ഏറ്റവും മികച്ചത് പുറത്തെടുക്കാനും ഈ സീസണിൽ ശുഭ്മൻ ഗില്ലിന് സാധിച്ചു. ആ ഒരു ആത്മവിശ്വാസം കണ്ടിട്ടായിരിക്കണം ഇന്ത്യൻ സെലക്ടേഴ്സ് ഇത്തരത്തിലുള്ള വലിയ ഒരു ഉത്തരവാദിത്തം, നമുക്കറിയാം ബുംറയെ പോലെ സീനിയർ താരങ്ങളുണ്ടായിരുന്നു, രവീന്ദ്ര ജഡേജ ഉണ്ടായിരുന്നു, അത്തരത്തിലുള്ള ആ ഒരു താരങ്ങളിൽ നിന്ന് മാറി ചിന്തിച്ചുകൊണ്ട് ശുഭ്മൻ ഗില്ലിലേക്ക് ഈ ഒരു നായകന്റെ ഉത്തരവാദിത്തം നൽകുമ്പോൾ അവർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷ അസ്ഥാനത്തല്ല എന്ന് തന്നെയാണ് എനിക്കിപ്പോൾ ഈ ആദ്യ 2 ടെസ്റ്റ് മത്സരങ്ങൾ കഴിയുമ്പോൾ തോന്നുന്നത്. സോണി, അത് ഇപ്പോൾ BCCIയുടെ ഭാഗത്തു നിന്നായാലും അത് വളരെ സമർത്ഥമായൊരു മൂവായിരുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? കാരണം ഭാവിയിലേക്ക് ഒരു ക്യാപ്റ്റൻ അതിങ്ങനെ തുടങ്ങട്ടെ ഇവിടെ എന്ന് തീരുമാനിക്കുന്നത് ഗില്ലിലൂടെ അത് സാക്ഷാത്കരിക്കപ്പെടുകയാണ്. അപ്പോൾ അത് വളരെ ബ്രില്യൻ്റ് ആയൊരു മൂവായിരുന്നു. അല്ല, യാതൊരു സംശയമില്ല. 2 കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി ഒരുപക്ഷെ പോളിഷ് ചെയ്തെടുക്കാനുള്ള ഒരല്പം സമയം അദ്ദേഹത്തിന് നൽകാൻ സാധിക്കും. അത് മാത്രമല്ല, അദ്ദേഹത്തിന് ബാറ്റ് കൊണ്ട് ഏറ്റവും മികച്ചത് പുറത്തെടുക്കാൻ സാധിക്കും. അദ്ദേഹത്തിന് ബാറ്റ് കൊണ്ട് ആ ടീമിൽ ഒരു സ്ഥാനമില്ല. ശരി, ഞാൻ സോണിയിലേക്ക് വരാം. BCCI മാച്ച് റഫറി ശ്രീ പി രംഗനാഥൻ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ പി രംഗനാഥൻ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ വാർത്തകളിലൊക്കെയും സജീവമായി നിൽക്കുന്ന ഒരു പേര് ഗില്ലിൻ്റെതാണ്. അത്ര പെട്ടെന്ന് ഗില്ലൊരു മികച്ച ക്യാപ്റ്റനായി മാറിയോ? ഒരിക്കലും നമുക്കിതൊരു ടെസ്റ്റിംഗ് ടൈമാണ്. ശുഭ്മാൻ ഗില്ലിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഒരു ടെസ്റ്റ്, ആദ്യ ടെസ്റ്റിലേറ്റ പരാജയം ഈ ടെസ്റ്റിൽ ഇന്നിപ്പോ വിജയിക്കുന്നത് തന്നെ പ്രതീക്ഷിക്കാം. അപ്പോ ഒരു ടെസ്റ്റിംഗ് പീരീഡാണ് ശുഭ്മാൻ ഗില്ലിന്റെ ക്യാപ്റ്റൻസിയും. പക്ഷെ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് മികവ്, അത് ഉജ്ജ്വല ഫോമിൽ അദ്ദേഹം ബാറ്റ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ സമാനമായിട്ടുള്ള രീതിയിൽ മുൻകാലങ്ങളിൽ നമ്മൾ സച്ചിൻ ടെണ്ടുൽക്കർ എടുക്കുകയാണെങ്കിലും വിരാട് കോഹ്ലിനെ എടുക്കുകയാണെങ്കിലും അവര് ബാറ്റിങ്ങിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തിരുന്ന സമയത്തിൽ ക്യാപ്റ്റൻസി കൊടുത്തു. പക്ഷെ പെർഫോം ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചില്ല. ക്യാപ്റ്റൻസി എന്നുള്ള ഒരു അട്ടർ ഫെയിലിയർ ആയിട്ട് വിരാട് കോഹ്ലിയും സച്ചിനും മാറുന്ന ഒരു കാഴ്ച. പക്ഷെ ആ ഒരു അനുഭവം അല്ല ഇപ്പോ ശുഭ്മാൻ ഗില്ലിൽ കാണുന്നത്. കാരണം അദ്ദേഹം ബാറ്റിംഗ് മികവിൽ അദ്ദേഹം പെർഫോം ചെയ്യുന്നു. അപ്പൊ അതൊരു നല്ല സൂചന തന്നെയാണ്. അപ്പൊ ഈ ടെസ്റ്റ് പരമ്പര അത് വളരെ നിർണായകമാണ്. മാത്രമല്ല 3 ഫോർമാറ്റാണ് ഇപ്പോ കൃഷ്ണരാജ് നമ്മുടെ ടീമിലുള്ളത്. കാരണം T20 ആയാലും ഏകദിനമായാലും ടെസ്റ്റ് ആയാലും. അപ്പൊ ഈ 3 ഫോർമാറ്റിലും കളിക്കുന്ന ഒരു താരം കൂടിയാണ് ശുഭ്മാൻ ഗിൽ. അപ്പൊ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ തുടക്കം 25 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പൊ ഇതൊരു വലിയ കടമ്പയാണ്. അപ്പൊ ആ കടമ്പകളൊക്കെ അദ്ദേഹത്തിന് കടക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ക്യാപ്റ്റൻസി മെറ്റീരിയൽ നമുക്ക് ഒരിക്കലും ഇപ്പൊ തന്നെ നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല. കാരണം ഒരു ടെസ്റ്റ് ജയിച്ച് ഈ പരമ്പര സ്വന്തമാക്കി വീണ്ടും പരമ്പരകൾ വരുന്നു, ലോകകപ്പ് വരുന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ അതിലുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു കഴിവ് ഒരു ടെസ്റ്റിംഗ് ടൈമായിട്ട് തന്നെ പറയണം. അത് കടക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ക്യാപ്റ്റനെ മോൾഡ് ചെയ്ത് എടുക്കുന്ന രീതിയിലോട്ട് മാറും. കാരണം നമ്മളൊരു വലിയൊരു കടമ്പയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ എന്നുള്ളത്. അത് നമുക്കൊരിക്കലും എളുപ്പമായിട്ടെന്നുള്ള ഒരു രീതിയിൽ പറയാൻ സാധിക്കില്ല. പക്ഷെ അദ്ദേഹത്തിന് ആ കടമ്പകളെല്ലാം മറികടക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ ഒരു ലോങ് വിഷനോട് കൂടി, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ വയസ്സ്, അദ്ദേഹത്തിന്റെ ഒരു 5-6 വർഷം ഇന്ത്യയെ നയിക്കാൻ സാധിക്കും. ഏറ്റവും പീക്കിലോട്ട് ഇന്ത്യയെ എത്തിക്കാനും സാധിക്കും. അതാണ് ഇനി ഒരു ടെസ്റ്റിംഗ് പീരീഡ് ആയിട്ട് പറയുന്നത്. ശ്രീ പി രംഗനാഥൻ, അതായത് ഇംഗ്ലണ്ടിലെ സാഹചര്യങ്ങൾ നമുക്കറിയാം. അവരുടെ പേസ് അറ്റാക്ക് എത്രത്തോളം മികച്ചതെന്ന് നമുക്കറിയാം. അവിടെയാണ് പുതിയൊരു ക്യാപ്റ്റനായി ഗില്ലെത്തുന്നത്. ആ ക്യാപ്റ്റൻ്റെ സമ്മർദ്ദം ഒരു വശത്ത് നിൽക്കുന്നു. അരങ്ങേറ്റ ക്യാപ്റ്റൻസി മറ്റുള്ളവരിലേക്ക് എങ്ങനെ എത്തിക്കാനാകുമെന്ന സമ്മർദ്ദം. അതുമാത്രമല്ല,
ആ ട്രാക്കിൽ ബാറ്റ് ചെയ്ത് മികവ് തെളിയിക്കുകയും വേണം. അപ്പോൾ ഇതിനെയെല്ലാം വളരെ പെട്ടെന്ന് അതിജീവിക്കാൻ ഗില്ലിന് കഴിയുന്നുവെങ്കിൽ അത് ഒരു സൂചനയാണ് അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. കാരണം ഒരു പുതിയ ടീമാണ് ഇന്ത്യയുടെ. ഇപ്പോൾ നമ്മൾ ജയ്സ്വാളിനെ എടുക്കുകയാണെങ്കിലും എല്ലാ രീതിയിലും ഒരു പുതിയ ടീമാണ് ഇപ്പോൾ ഇന്ത്യൻ യങ്സ്റ്റേഴ്സ് അടങ്ങുന്ന ഒരു ടീം. അതിനെ നയിക്കാൻ സാധിക്കുക എന്നുള്ളത് ശുഭ്മാൻ ഗില്ലിനെ സംബന്ധിച്ച് അത്ര വലിയൊരു കാര്യമായിട്ട് പറയേണ്ടത്. കാരണം ഇപ്പോൾ ബുംറ ഉണ്ട്, ഒരു സീനിയർ താരം, ജഡേജയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള താരങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ വമ്പന്മാരില്ലാതെ ഒരു ടീമിനെയാണ് ഇന്ത്യ ഇപ്പോൾ ഇംഗ്ലണ്ടിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ കൊണ്ടുപോയതും പെർഫോം ചെയ്യുന്നത്. അപ്പൊ അവരെ നയിക്കാൻ സാധിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ശുഭ്മാൻ ഗില്ലിന് കൂടുതലൊരു ആത്മവിശ്വാസം നൽകും. അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് മികവും നമുക്ക് കാണാൻ സാധിച്ചു. സെഞ്ചുറികളുടെ നേട്ടം, ആ ക്യാപ്റ്റൻസിയും ഒരിക്കലും നമുക്കൊരു മോശപ്പെട്ട ഒരു പ്രകടനമാണ്. കാരണം പുതിയ ബോളേഴ്സിനാണ് നമ്മൾ ഇന്നലെയൊക്കെ കണ്ടത് ഇന്ത്യൻ ബോളർമാരെ പരീക്ഷിച്ച ആ ഒരു ശൈലി. അപ്പൊ അതൊക്കെ നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ക്യാപ്റ്റൻസി മെറ്റീരിയൽ സമ്മർദ്ദത്തിൽ അതിജീവിച്ച് ബാറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു താരം കൂടെയാണ്. പക്ഷെ ഇത് എത്ര മുന്നോട്ട് പോകുന്നുള്ളത് നമുക്ക് ഈ ഒരു പരമ്പര കൊണ്ടോ ഈ ഒരു ടെസ്റ്റ് കൊണ്ടോ നമുക്ക് പറയാൻ സാധിക്കില്ല. കാലങ്ങളെല്ലാം പക്ഷേ അത് ക്യാപ്റ്റൻസിയുടെ കാര്യം. കളിക്കാരൻ എന്ന നിലയിൽ തന്റെ ചുവടുറപ്പിക്കുന്നു. അല്ല, അത് ശരിയാണ് കൃഷ്ണ. ഞാൻ അതിന് സമാനമായിട്ടൊരു എക്സാമ്പിളാണ് നേരത്തെ പറഞ്ഞത്. സച്ചിൻ ടെണ്ടുൽക്കറിന്റെ കാര്യമായാലും വിരാട് കോഹ്ലി ആയിട്ടുള്ള. അപ്പൊ അവർക്കൊന്നും ക്യാപ്റ്റൻസിയിൽ ഉപരിയായിട്ട് അവരുടെ ഒരു പെർഫോമൻസ് ആയിരുന്നു അവരുടെ ഏറ്റവും മുൻനിരയിൽ കണ്ടത്. അപ്പൊ അതുപോലെ തന്നെ ഞാനിപ്പോ ഒരു ക്യാപ്റ്റൻസി പുതിയതായിട്ട് പെർഫോം ചെയ്ത ഏറ്റവും നല്ലതായിട്ട് നമ്മൾ എടുത്തു പറയേണ്ടത് മഹേന്ദ്ര സിംഗ് ധോണിയാണ്. ഒരു കാലത്ത് പെട്ടെന്ന് അദ്ദേഹത്തിനെ ക്യാപ്റ്റനാക്കുന്നു, ഏറ്റവും ഉജ്ജ്വല ഫോമിൽ അദ്ദേഹം ടീമിനെ നയിക്കുന്നു. അപ്പൊ ഋഷഭ് പന്തും തുല്യ ഒരു സമാന ശൈലിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഋഷഭ് പന്ത് ഇപ്പോൾ വൈസ് ക്യാപ്റ്റനാണ്. ശുഭ്മാൻ ഗില്ലിന് നേരത്തെ വൈസ് ക്യാപ്റ്റനായിരുന്നു അണ്ടർ-19 ടീമിന്റെ. അതിലുപരിയായിട്ട് അദ്ദേഹത്തിന് ക്യാപ്റ്റൻസി മെറ്റീരിയലൊന്നും അല്ലെങ്കിൽ വലിയ ടീമിനെ നയിച്ചൊന്നും IPL ഒഴിച്ചില്ല. IPL നമ്മൾ അത്ര ഒരു കാര്യമായിട്ട് പറയണ്ട. എന്നാലും നമ്മൾ T20 ഫോർമാറ്റ് അല്ലാതെ ടെസ്റ്റ് ഫോർമാറ്റിലോട്ടൊക്കെ പോകുമ്പോഴാണ് ഒരു ക്യാപ്റ്റന്റെ ഒരു ഗുണം നമ്മൾ അറിയേണ്ടത്. ശരിയാണ്. കാരണം വളരെ പെട്ടെന്ന് നമ്മൾ വിലയിരുത്തി അവസാനിപ്പിക്കേണ്ട ഒന്നല്ല ശുഭ്മാൻ ഗിൽ എന്ന പ്ലെയർ ക്യാപ്റ്റൻ. കാരണം അത് വരാനിരിക്കുന്നതേ ഉള്ളൂ. അത് ശരിയാണ്. ഷോൺ റോജർ, അതായത് ഈ ബോൾ സെലക്ഷൻ ബാറ്റ്സ്മാൻ എന്ന നിലയിൽ ഗില്ലിൻ്റെ സെലക്ട് ചെയ്തുള്ള ഷോട്ടുകൾ അതെങ്ങനെയാണ്? തീർച്ചയായിട്ടും അത് ഒരുപാട് സെലക്റ്റീവ് ആയിട്ടുള്ള ഷോട്ട്സുകളാണ് കളിച്ചിട്ടുള്ളത്. മോർ ഓഫ് എല്ലാം അലോങ് ദ ഗ്രൗണ്ട് ഷോട്ട്സും ഗ്യാപ്പ് ഫൈൻഡിങ്ങും. ഇവരിപ്പോൾ ബൗൺസർ സെറ്റ് ചെയ്ത് ഫീൽഡിലായാലും ലെഗ് സൈഡിൽ അത് മാറി എങ്ങനെ കൗണ്ടർ ചെയ്ത് കുറച്ച് ലെഗ് സ്റ്റമ്പിൽ മാറി അത് താഴെ കൂടെ അടിക്കാനും, ഇൻഫീൽഡ് ഫീൽഡർ അകത്തോട്ടാണെങ്കിൽ ആ മിഡ് വിക്കറ്റും മിഡ് ഓണിൻ്റെ മുകളിൽ കൂടെ അടിക്കാനും ആ ഒരു ഗ്യാപ്പ് ഫൈൻഡിങ് ഒക്കെയാണ് ഞാൻ ഇന്നലെ കളി കണ്ടപ്പോൾ എനിക്ക് ശ്രദ്ധിച്ച് കിട്ടിയുള്ള കാര്യം. സോ അവർ ആ ഫീൽഡും ആ ഒരു ഗ്യാപ്സും കണ്ടെത്തിയാണ് ഗില്ല് മിക്ക ബൗണ്ടറീസും എല്ലാം അടിച്ചിട്ടുള്ളത്. സോ വളരെ നമുക്ക് കണ്ടതിൽ ഒരുപാട് നല്ലൊരു ഇന്നിങ്സ് ആയിരുന്നു എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരി, സോണി ചെറുവത്തൂർ, അതായത് ഈ ബൗൺസറുകളെ കളിക്കുന്ന രീതി അത് കുറച്ച് കൗതുകം കൂടി തോന്നുന്നുണ്ട്. കാരണം ഈ തലയ്ക്കു നേരെ വരുന്ന പന്തുകൾ പോലും വളരെ മനോഹരമായി ഡിഫെൻഡ് ചെയ്യുന്ന രാഹുൽ ദ്രാവിഡ് നമുക്ക് മുന്നിലുണ്ട്. അതെപ്പോഴും നമുക്കൊരു ഓർമ്മയാണ്. അപ്പോഴാണ് ശുഭ്മാൻ ഗിൽ ഈ ബൗൺസ് ചെയ്തു വരുന്ന പന്തുകളെ കളിക്കുന്ന ഒരു രീതി അത് ശ്രദ്ധിച്ചിരുന്നോ? ശ്രീ പി രംഗനാഥൻ, ഇതിലെ ഈ ബൗൺസി പിച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓസ്ട്രേലിയയാണ് ഒരു ടെസ്റ്റിംഗ് ടൈം. ഇംഗ്ലണ്ടിലെ സ്വിംഗിങ് കണ്ടീഷൻ അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനിൽ അല്ലെങ്കിൽ ആ ഒരു സമ്മർദ്ദത്തിൽ എങ്ങനെ കളിച്ചു എന്നുള്ളതാണ്. ബൗൺസി വിക്കറ്റിലെല്ലാം തന്നെ അദ്ദേഹത്തിന് വളരെ പെർഫെക്റ്റ് ആയിട്ട്, കാരണം ഇത്ര അധികം ടൈമുള്ള ഒരു ബാറ്ററിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം ഈ സ്പിന്നറിനെ ആയാലും ഫാസ്റ്റ് ബോളറിനെ ആയാലും അനായാസം നേരിടാൻ കഴിവുള്ള ഒരു താരം. അദ്ദേഹം ബൗൺസർ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ആ ഫുട് വർക്ക് നമ്മൾ നോക്കണം. ഏത് ഷോട്ടും അനായാസം ഗ്രൗണ്ടിന്റെ ഏത് ഡയറക്ഷനിലും പായിക്കാൻ കഴിവുള്ള ഒരു കഴിവ്, അത് അദ്ദേഹത്തിന്റെ ആ ഒരു നാച്ചുറൽ ടാലന്റ് ആണ്. ഇത്ര എഫേർട്ട്ലെസ് ആയിട്ട് അദ്ദേഹം കളിക്കുന്ന ഓരോ ഷോട്ടുകളും പ്രത്യേകിച്ച് വളരെ മനോഹരമാണ്. ഗില്ല് ഒരു ബാറ്റിംഗ് തുടർന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഡിലൈറ്റ് ടു വാച്ച് എന്നൊക്കെയാണ് പറയേണ്ടത്. കാരണം ഓരോ ഷോട്ടുകളും കവറിലൂടെയും പോയിന്റിലൂടെയും അല്ലെങ്കിൽ അദ്ദേഹം ബൗൺസറിനെയൊക്കെ പുള്ളി ചെയ്ത് ഹുക്ക് ചെയ്തൊക്കെ ബാറ്റ് ചെയ്യുന്ന ആ ഒരു ശൈലി എന്നുള്ളത് ഒരു പെർഫെക്ഷനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ബാറ്റിംഗ് ശൈലിയും നമ്മൾ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അപ്പൊ ബൗൺസറുകൾ മാത്രമല്ല, സ്വിംഗ് ബോളും അദ്ദേഹം വളരെ മനോഹരമായിട്ട് ബാറ്റ് ചെയ്യുന്നു. കാരണം ഇംഗ്ലണ്ടിന്റെ ബോളേഴ്സിൽ പേസിലുപരി ഇംഗ്ലണ്ട് കണ്ടീഷൻസ് അത് സ്വിങ്ങിനാണ്. ഇപ്പൊ ക്രിസ് വോക്സിനെയൊക്കെ പോലെയുള്ള ബോളേഴ്സ് ബോൾ ചെയ്യുമ്പോൾ ഇൻ സ്വിംഗറും ഔട്ട് സ്വിംഗറും ഒക്കെ വളരെ മനോഹരമായിട്ട്, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് കണ്ടീഷൻ,
അദ്ദേഹം ബോൾ ചെയ്യുന്ന ആ ബോളർമാരെ എല്ലാം വളരെ കൂളായിട്ട് എഫേർട്ട്ലെസ് ആയിട്ട് ബാറ്റ് ചെയ്യുന്ന ഒരു ബാറ്റർ. അത് ഗില്ലിനെ നമ്മൾ എത്ര പറഞ്ഞാലും മതിയാവില്ല. ശ്രീ ഷോൺ റോജർ, അതായത് നമ്മൾ ഈ പറഞ്ഞത് ക്ലാസി ഷോട്ട്സ് അതെല്ലാ മേഖലയിലേക്കും ഗ്രൗണ്ടിൻ്റെ എല്ലായിടത്തേക്കും വളരെ ക്ലാസി ആയിട്ട് കളിക്കാൻ ഗില്ലിന് കഴിയുന്നുണ്ട്. പക്ഷെ ഇന്നലെ ശ്രദ്ധിച്ചിരുന്നു എന്നറിയില്ല, സുരക്ഷിതമായ നിലയിലാണ് ടീമെന്ന് ഉറപ്പിച്ച ശേഷം 3-4 സിക്സറുകൾ അടിച്ചിരുന്നു. ആ വലിയ ഗ്രൗണ്ടിൽ, ആ വലിയ ബൗണ്ടറിയിൽ അനായാസം അടിച്ചു കളയുകയാണ്. അപ്പോൾ ഒരു ക്ലാസി പ്ലെയർ എന്നതുപോലെ തന്നെ ഹിറ്റ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഒരു കളിക്കാരനായി കൂടി ഗില്ല് മാറിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും ആ ഒരു ടെസ്റ്റ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരോ സിറ്റുവേഷൻസ് വരാം. നമുക്ക് ടീമിന് വേണ്ടി കളിക്കേണ്ട ചിലപ്പോൾ വിക്കറ്റ് നേരത്തെ പോകാം, പിന്നെ കുറച്ച് വിക്കറ്റ് പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുമ്പം കുറച്ച് പാർട്ട്ണർഷിപ്പ് നന്നായിട്ട് വരുമ്പോൾ പിന്നെയും വിക്കറ്റ് വീഴാം. സോ ആ ഒരു ശുഭ്മൻ ഗിൽ എനിക്ക് തോന്നി ചെയ്ത കാര്യം ആ ഒരു പാർട്ട്ണർഷിപ്പും കൊണ്ടുപോയത് കറക്റ്റായിട്ട് മാനേജ് ചെയ്തു, റൺസ് വന്നു. പിന്നെ ഒരിടയ്ക്ക് വിക്കറ്റ് പോയപ്പം എങ്ങനെ അവിടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി എടുത്ത് കളിക്കാമെന്നാണ് ശുഭ്മൻ ഗിൽ കാണിച്ചു തന്നത്. പിന്നെ ലേറ്റർ ഓൺ അവർക്ക് കുറേ റൺസ് കയ്യിൽ കിട്ടിയപ്പം പിന്നെ അവസാനം അവർ കുറച്ച് അറ്റാക്കിംഗ് ഷോട്ട്സിലോട്ട് പോയി. പിന്നെ അവർക്ക് ആ ഒരു വലിയൊരു സ്കോറിലോട്ട് എത്താൻ പറ്റുക എന്നുള്ളൊരു ഇതിലാണ് ശുഭ്മൻ ഗിൽ ആ ഒരു 2 ഗെയിം സ്റ്റൈൽ നമുക്ക് കാണാൻ പറ്റിയത്. ശരി, ശ്രീ പി രംഗനാഥൻ, ഇനി നമുക്ക് ആ ഇന്നത്തെ ദിവസത്തിലേക്ക് വരാം. ജയിക്കാനല്ലേ സാധ്യത? 100%. ഒരു ഇന്ത്യൻ എന്നുള്ള രീതിയിൽ ഇന്ത്യയുടെ പെർഫോമൻസും ഇന്ത്യയുടെ ഇന്നലത്തെ വരെയുള്ള ആ ബോളിംഗ് ഒക്കെ നോക്കുമ്പോൾ അത് ഒരു 1-2 വിക്കറ്റുകൾ, ഇന്ന് ആദ്യത്തെ സെഷനിൽ തന്നെ 2 വിക്കറ്റുകൾ നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ ടെസ്റ്റ് പൂർണ്ണമായിട്ടും ഇന്ത്യ ജയിച്ച പരമ്പര വീണ്ടും ഒരു സമനിലയിലോട്ട് 1-1 എന്നുള്ള രീതിയിൽ അത്യന്തം ആവേശകരമായിട്ടുള്ള ഒരു പരമ്പരയായിട്ട് മാറുന്ന ഒരു പ്രതീതി. അത് അവിടെയാണ് ഇന്ത്യൻ ബോളർമാരുടെ ഒരു പെർഫോമൻസ്. പക്ഷെ ഇംഗ്ലണ്ടിനെ നമുക്ക് ഒരിക്കലും കഴിഞ്ഞ ടെസ്റ്റ് നമ്മൾ കണ്ടാണ് 400-ലധികം റൺസ് നേടിയിട്ട് അവര് അത് ചേസ് ചെയ്ത് വിജയിച്ചു. അപ്പൊ ആ രീതിയിൽ പോകാതെ ഇവർക്ക് ഇന്ത്യൻ ബോളർമാർക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു അവസരം, കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഈ ടെസ്റ്റ് വിജയിച്ച് 1-1 എന്നുള്ള രീതിയിൽ മാറാൻ സാധിക്കും. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ പി രംഗനാഥനൊപ്പം ഷോൺ റോജർ. ഇപ്പോൾ മുൻ അമ്പയർ ഡോക്ടർ കെഎൻ രാഘവൻ കൂടി ഒപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ കെഎൻ രാഘവൻ, തുടങ്ങിയിട്ടേ ഉള്ളൂ ഗിൽ, എങ്കിലും ക്യാപ്റ്റനായ ഗില്ലിനെയോ ബാറ്ററായ ഗില്ലിനെയോ ഇപ്പോൾ ഏറ്റവും ഇഷ്ടം തോന്നുന്നത്? ക്യാപ്റ്റൻ നിലയ്ക്ക് ഒരു മിന്നുന്ന തുടക്കമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒന്ന്, ഈ പരമ്പര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിലെ ക്രിക്കറ്റ് ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ഒരു വലിയ ഉത്കണ്ഠ, ഇതൊരു പരിചയസമ്പന്ന കുറഞ്ഞ ടീമല്ലേ എന്നാണ്. കാരണം ഇംഗ്ലണ്ടിൽ കളിച്ച് പഴക്കമുള്ള അധികം കളിക്കാർ ഈ ടീമിലില്ല. അതുമാത്രമല്ല, ഇന്ത്യൻ ബാറ്റിംഗ് ഓർഡറിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനമാണ് നമ്പർ 4. നമ്മൾ പണ്ടൊക്കെ ഓട്ടാണ് GR വിശ്വനാഥ്, അതുകഴിഞ്ഞ് ദിലീപ് വെങ്സർക്കാർ, പിന്നെ സച്ചിൻ തെണ്ടുൽക്കർ, വിരാട് കോഹ്ലി എന്നിവരെല്ലാം ഓക്കുപ്പൈ ചെയ്യുന്ന ഒരു സ്ലോട്ടാണ് നമ്പർ 4. അത് പെട്ടെന്ന് അനാഥമാവാണ് ചെയ്തത്. അപ്പൊ അങ്ങോട്ടേക്ക് ആര് വരുമെന്നുള്ളൊരു വലിയ ചോദ്യചിഹ്നം ഉണ്ടായിരുന്നു. പിന്നെ ഇതിനു മുമ്പ് ഗില്ല് അധികം ഈ ലോങ്ങർ ഡ്യൂറേഷൻ മത്സരങ്ങളിൽ നയിച്ച് കണ്ടിട്ടില്ല. അതിനിപ്പോൾ രഞ്ജി ട്രോഫി ഒന്നും ആരും അന്താരാഷ്ട്ര കളിക്കാർ കളിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഒരു ടെസ്റ്റ് മത്സരം നയിച്ച് അതിനെ ഒരു ടീമിനെ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രാപ്തി ഗില്ലിനുണ്ടോ എന്നുള്ള ചോദ്യചിഹ്നമെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഇതിൽ ഒരു ബാറ്റർ എന്ന നിലയ്ക്ക് ക്യാപ്റ്റന്റെ ഉത്തരവാദിത്വം കൂടി കിട്ടിക്കഴിഞ്ഞ് നമ്പർ 4 പൊസിഷനിലേക്ക് ഗില്ല് വന്നതോടുകൂടി അതൊരു വലിയ വിജയമായിരിക്കണം. അത് യാതൊരു സംശയമില്ല. ഇപ്പൊ 2 ടെസ്റ്റ് മത്സരങ്ങളിൽ ഇത്രയധികം റണ്ണ് വാരിക്കൂട്ടിയ വേറെ ക്യാപ്റ്റന്മാരുണ്ടാവില്ല എന്ന് തന്നെ പറയാം. ഈ ടെസ്റ്റിൽ പ്രത്യേകിച്ച് ഗില്ലിന്റെ ബാറ്റിംഗ്, കഴിഞ്ഞ ടെസ്റ്റിൽ ഉജ്ജ്വലമായിട്ട് ബാറ്റ് ചെയ്തു, അതിനേക്കാട്ടിലൊരു പടി മുകളിലേക്ക് പോയി. കഴിഞ്ഞ ടെസ്റ്റിൽ ഒരു ലോവർ ഓർഡർ കൊളാപ്സ് നമുക്ക് നമ്മുടെ ഫൈനൽ ടാർഗറ്റ് 50 റണ്ണ് കുറഞ്ഞു വന്ന് ഗില്ലിന് ബോധ്യമായതുകൊണ്ടായിരിക്കും പ്രാവശ്യം സെക്കൻഡ് ഇന്നിംഗ്സിൽ കൂടുതൽ ശ്രദ്ധ അർപ്പിച്ച് നല്ലൊരു ടാർഗറ്റ് സെറ്റ് ചെയ്യാനായിട്ട് ഗില്ല് തന്നെ പരിശ്രമിച്ച് കളിച്ചത്. അപ്പൊ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഒരു ഗില്ലിന്റെ പെർഫോമൻസ് വളരെയധികം മുകളിലേക്ക് പോയിരിക്കുന്നു. അതൊരു വളരെ നല്ല കാര്യമായിട്ട് മാത്രമേ അവർക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ക്യാപ്റ്റനായ ഗില്ലിനെയാണ് കൂടുതൽ ഇഷ്ടം. യെസ്, ഡോക്ടർ കെഎൻ രാഘവൻ, അതായത് ഇംഗ്ലണ്ടാണ് ഗില്ലിന് ക്യാപ്റ്റനായി അരങ്ങേറാൻ കിട്ടുന്ന ഇടം. അവിടെ ഇംഗ്ലണ്ടിൻ്റെ ബൗളിംഗ് നിര മികച്ചതാണ്. കോഹ്ലിയില്ല, രോഹിത് ശർമ്മയില്ല, ബുംറ പോലുമില്ലാത്ത 2ാം ടെസ്റ്റ്, ആദ്യ ടെസ്റ്റിലെ തോൽവി, അതിൻ്റെ പഴിയേറ്റു വാങ്ങേണ്ടി വന്നത്. പക്ഷെ അതിനെല്ലാം അതിജീവിച്ച് 2 ഇന്നിങ്സുകൾ ബിഗ് ഇന്നിങ്സുകളാണ്. അതായത് ആദ്യത്തെ മത്സരത്തിൽ 152 റൺസ്, 2ാമത്തെ ടെസ്റ്റിലെ ആദ്യ ഇന്നിങ്സിൽ 269, അടുത്തതിൽ 161. ഈ 3 സെഞ്ചുറികളും 1.5 സെഞ്ചുറികളാണ്. അപ്പോൾ അത്ര നേരം ഗ്രൗണ്ടിൽ നിലയുറപ്പിച്ച്
മറുവശത്ത് നിൽക്കുന്നവരെ കളിപ്പിച്ച് ഒപ്പം കളിച്ച് മികച്ച ഷോട്ടുകൾ പായിച്ച് അങ്ങനെ എല്ലാ അർത്ഥത്തിലും കളം വാഴുകയാണോ? അതിൻ്റെ തുടക്കമാണോ നമ്മൾ ഈ കാണുന്നത്? അങ്ങനെ തന്നെ വേണം കാണുവാനായിട്ട്. ഈ ഒരു ബ്രില്യൻ സ്ട്രീക്ക് എല്ലാ കാലവും ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഒരു ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് ആ ഒരു ഉത്തരവാദിത്വം വരുമ്പോൾ എങ്ങനെ ഒരു കളിക്കാരന്റെ അത് ബാധിക്കും എന്നുള്ളത് പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ഓൾറൗണ്ടർമാരും ഒരാളായിരുന്നു അയൻ ബോഥം. ക്യാപ്റ്റനായി കഴിഞ്ഞ് അദ്ദേഹം കളി മറന്ന പോലെ ആയിപ്പോയി. അപ്പൊ ക്യാപ്റ്റൻസിയുടെ ഉത്തരവാദിത്വം വരുമ്പോൾ പലർക്കും അത് മോശമായി ബാധിക്കാറുമുണ്ട്. സുനിൽ ഗവാസ്കർ തന്നെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ക്യാപ്റ്റൻസി കാരണം തന്റെ ബാറ്റിങ്ങിനെ ബാധിക്കുന്നത് മനസ്സിലാക്കിയാണ് ക്യാപ്റ്റൻസി ഒഴിവാക്കിയത്. അപ്പൊ ക്യാപ്റ്റൻസി ഒരു വലിയ വെല്ലുവിളിയാണ്. ഇപ്പൊ സച്ചിൻ തെണ്ടുൽക്കർ ക്യാപ്റ്റനായിട്ട് വിജയിക്കാൻ സാധിച്ചില്ല. അപ്പൊ രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഒരു വലിയ വെല്ലുവിളിയാണ്. ഗില്ലിന്റെ തുടക്കം ഏതായാലും വളരെ ഗംഭീരമായ തുടക്കം തന്നെയാണ്. അദ്ദേഹം തുടരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ള ഗില്ലിന്റെ ബാറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഈ പുതിയ ജനറേഷൻ കളിക്കാർ അധികം ലോങ്ങർ ഡ്യൂറേഷൻ മത്സരങ്ങൾ, അതായത് ചുവന്ന പന്ത് ഉപയോഗിച്ച് വെള്ളക്കുപ്പമായിട്ട് 3-4 ദിവസത്തെ കളി അധികം കളിക്കുന്നില്ല, പ്രത്യേകിച്ച് അന്താരാഷ്ട്ര കളിക്കാർ. അപ്പൊ അതിൽ നിന്ന് ഒരു കൂടുതലും IPL വൺ ഡേ ഇന്റർനാഷണൽ മാത്രം കളിച്ച ഒരു സാഹചര്യത്തിൽ നിന്ന് വന്ന് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിൽ ഇത്രയും നേരം ബാറ്റ് ചെയ്ത് തന്റെ ഒരു ആധിപത്യം കാണിച്ചതിന് പ്രത്യേകം ഗില്ലിനെ അഭിനന്ദിക്കേണ്ട ആവശ്യമുണ്ട്. അതായത് ഈ ഗില്ല് കളിക്കുന്നത് അങ്ങ് പക്ക ടെസ്റ്റ് ഇന്നിങ്സ് അല്ല എന്ന് പറയാൻ പറ്റില്ല. പക്കാ ടെസ്റ്റ് ഇന്നിങ്സ് തന്നെയാണ്. കാരണം ഇത്ര നേരം നിൽക്കുന്നില്ലേ. അത് നമ്മൾ ഒരിക്കലും ആ ഒരു ഇത് മറക്കരുത്. കാരണം ടെസ്റ്റിൽ ഒരു സെഞ്ചുറി, ഒരു ഡബിൾ സെഞ്ചുറി ടെസ്റ്റിൽ നേടുക എന്ന് പറഞ്ഞാൽ അത് എത്ര പേർക്ക് സാധിച്ചിട്ടുള്ള കാര്യമാണ്? വളരെ കുറച്ച് കളിക്കാർക്ക് മാത്രമേ സാധിച്ചു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇപ്പൊ ഇന്ത്യൻ ക്രിക്കറ്റിൽ സുനിൽ ഗവാസ്കർക്ക് സാധിച്ചിട്ടുണ്ട് ഒരേ ടെസ്റ്റിൽ ഒരു സെഞ്ചുറിയും ഡബിൾ സെഞ്ചുറിയും നേടാനായിട്ട്. വേറെ എത്ര ആൾക്കാർക്ക് സാധിച്ചിട്ടുണ്ടെന്ന് ഒറ്റ ഇതിൽ പറയാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ ഇതുപോലൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നു. അപ്പൊ ഗവാസ്കർ കളിക്കുന്ന കാലത്ത് വൺ ഡേ ക്രിക്കറ്റ് ഒന്നുമില്ല. അപ്പൊ വൺ ഡേ ക്രിക്കറ്റിന്റെ അതിപ്രസരമുള്ള ഒരു കാലത്ത് വന്ന് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇത്രയും മനോഹരമായിട്ട് ഒരു ടെസ്റ്റ് സ്റ്റൈൽ ഇന്നിങ്സ്, ആ ടെസ്റ്റ് മത്സരത്തിന്റെ ശൈലികളിൽ ഇന്നിങ്സ് കളിക്കുക എന്നുള്ളത് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. പക്ഷെ ഇവിടെ ഒരു കാര്യം കൂടി പറയണം. കാരണം അദ്ദേഹത്തിന്റെ കൂടെയുള്ള പാർട്ട്ണർമാരുടെ റോൾ, ഇപ്പൊ കഴിഞ്ഞ ടെസ്റ്റിൽ ഋഷഭ് പന്തിന്റെ ബാറ്റിംഗ്, ഈ ടെസ്റ്റിൽ രണ്ടാം ഇന്നിങ്സിൽ ഋഷഭ് പന്തിന്റെ ബാറ്റിംഗ്. കാരണം പന്ത് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബൗളിംഗിന് മുകളിൽ ഒരു വലിയ ഡോമിനൻസ് കിട്ടുന്നുണ്ട്. അത് ഗിൽ വളരെ മനോഹരമായിട്ട് ഉപയോഗിച്ചു എന്നുള്ളൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ശരി, നന്ദി ഡോക്ടർ KN രാഘവനൊപ്പം ചേർന്നതിന്. യെസ്, അപ്പോൾ ശുഭ്മാൻ ഗില്ലിൻ്റെ ക്യാപ്റ്റനായും താരവുമായുള്ള മുന്നേറ്റം, അതാണ് നമ്മൾ കഴിഞ്ഞ 40 മിനിറ്റുകളായി ചർച്ച ചെയ്യുന്നത്. ഷോൺ റോജർ, ഇന്നൊരു ദിവസം ക്യാപ്റ്റൻ എന്ന നിലയിൽ എത്രമാത്രം നിർണായകമാണ് ഗില്ലിന്? തീർച്ചയായിട്ടും ഇന്ന് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടുള്ള ദിവസമാണ്. അവസാനത്തെ ദിവസം അവർക്ക് ഓൾറെഡി ഇന്നലെ ഡേ തീരുന്ന മുമ്പായിട്ട് അവർക്ക് 3 വിക്കറ്റ് സാധിക്കാൻ പറ്റി. ഒരു 72 റൺസിന് 3 വിക്കറ്റ് പോയി. ഇനി അവർക്ക് വേണം 500+ റൺസ് വേണം ജയിക്കാൻ വേണ്ടി. സോ നമുക്ക് ആ ടോപ്പ് 3 വിക്കറ്റ് കിട്ടി. ഇനി ആ ഒരു മൊമെന്റിൽ തന്നെ നല്ലൊരു സ്റ്റാർട്ടും, എന്തായാലും അവർ ഇനീഷ്യലി ആ ഒരു സ്റ്റാർട്ടിൽ വിക്കറ്റ്സിന് വേണ്ടി ട്രൈ ചെയ്യും. എന്തായാലും ഇംഗ്ലണ്ട് നല്ലൊരു ഫൈറ്റ് കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു ടീമാണ്. അവർക്ക് നല്ല ബാറ്റിംഗ് ഇനി വരാൻ കിടക്കുകയാണ്. സോ നല്ലൊരു ഫൈറ്റാണ് ഇനി നമുക്ക് പ്രതീക്ഷിക്കാൻ പോകുന്നത്. യെസ്, ശ്രീ പി രംഗനാഥൻ, ഒരുപക്ഷെ ഹാരി ബ്രൂക്ക്, ബെൻ സ്റ്റോക്സ്, ജാമി സ്മിത്ത്, ഈ 3 വിക്കറ്റുകളാവും ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകം. ബ്രൂക്ക് ആകട്ടെ വളരെ ഈസിയായി കളിക്കുന്ന ഒരു ബാറ്ററാണ്. ഒരുപക്ഷെ നമ്മുടെ ഗില്ലിനെ പോലെ അനായാസം റൺസ് സ്കോർ ചെയ്യുന്ന ഒരു പ്ലെയറാണ്. ജാമി സ്മിത്തും അതുപോലെ തന്നെ ആദ്യ ഇന്നിങ്സിൽ കണ്ട ഏറ്റവും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ബെൻ സ്റ്റോക്സ് ആകട്ടെ ഇതുവരെ ബാറ്റിങ്ങിലേക്ക്, ഫോമിലേക്ക് വന്നിട്ടുമില്ല. അപ്പോൾ ഈ 3 പേരാകും ഇന്ത്യയുടെ മുന്നിലെ തടസ്സങ്ങൾ അല്ലേ? ശരിയാണ്. അതാണ് ഫസ്റ്റ് സെഷൻ ലഞ്ചിന് മുമ്പ് തന്നെ ഈ പറഞ്ഞ സ്മിത്തിന്റെയും സ്റ്റോക്സിന്റെ ഒക്കെ വിക്കറ്റ് നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ അപ്പർ ഹാൻഡാണ്. പിന്നെയുള്ള 2 സെഷനിൽ ഇന്ത്യക്ക് കൂടുതൽ സമ്മർദ്ദം ചെലുത്തി ഇന്ത്യൻ ബോളർമാർക്ക് വിക്കറ്റ് നേടാനും ഇന്ത്യക്ക് ടെസ്റ്റ് വിജയിക്കാനും സാധിക്കും. ഇവിടെ അവരെ സെറ്റിൽ ചെയ്യിക്കരുത്. തീർച്ചയായിട്ടും ഇതിപ്പോ മുഹമ്മദ് സിറാജും അല്ലെങ്കിൽ ആകാശ് ദീപൊക്കെ വളരെ മികച്ച രീതിയിൽ ബോൾ ചെയ്യുന്നു. ജഡേജയുടെ റോള് വളരെ നിർണായകമാണ്. കാരണം വിക്കറ്റ് തിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവസാന ദിവസമാകുമ്പോൾ കൂടുതൽ സ്പിന്നേഴ്സിന് എഫക്റ്റ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഘട്ടത്തിൽ നിർണായക വിക്കറ്റുകൾ ഈ ബോളർമാർക്കെല്ലാം നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെയും ക്യാപ്റ്റൻസിയുടെ ഒരു റോള് വളരെ നിർണായകമാണ്. എങ്ങനെയാണ് ബോളർമാരെ മാറ്റി പരീക്ഷിക്കുക എന്നുള്ളത്. അപ്പൊ അതൊക്കെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും അപ്പർ ഹാൻഡ് ഇന്ത്യക്ക് തന്നെയാണ്. തുടക്കത്തിലെ ലഞ്ചിന് മുമ്പ് തന്നെ 2-3 വിക്കറ്റ് വീഴ്ത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ടെസ്റ്റ് അനായാസം ഇന്ത്യക്ക് വിജയിക്കാൻ സാധിക്കും. ഇവിടെയാണ് ഒരു ക്യാപ്റ്റൻസിയുടെ ഒരു കാര്യം കൂടെ കൃഷ്ണരാജ് പറയേണ്ടത്. എങ്ങനെയാണ് ബോളർമാരെ വിനിയോഗിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അതും ശുഭ്മാൻ ഗില്ലിന്റെ ഒരു ടെസ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ പറയണം. ശ്രീ പി രംഗനാഥ്, അതായത്
കഴിഞ്ഞ ടെസ്റ്റിൽ നമുക്ക് പാളിയത് വാലറ്റത്തിൻ്റെ ബാറ്റിംഗ് ആയിരുന്നു. അതായത് വളരെ പെട്ടെന്ന് ആദ്യ മത്സരത്തിൽ 6 വിക്കറ്റുകൾ 41 റൺസിന് നഷ്ടമാകുന്നു. അടുത്ത കളിയിൽ 30 റൺസ് എടുക്കുമ്പോഴേക്കും 7 വിക്കറ്റുകൾ വീഴുന്നു. ഇത്തവണ ഇംഗ്ലണ്ടിനാണ് ആ തിരിച്ചടി കിട്ടിയത്. അവസാനത്തെ 6 വിക്കറ്റുകൾ വീണ വെറും 20 റൺസിനായിരുന്നു. അപ്പോൾ ഈ വാഷിങ്ടൺ സുന്ദറിനെ കൂടി ടീം നിരയിലേക്ക് കൊണ്ടുവന്നത്, ജഡേജ കുറച്ചുകൂടി കോൺഫിഡൻ്റായി കളിച്ചത്, അവിടെ നിതീഷ് കുമാർ 2 ഇന്നിങ്സിലും കളിച്ചില്ല എങ്കിൽ പോലും ഈ വാലറ്റം, അതായത് മധ്യനിര മുതൽ ഇങ്ങോട്ട് താഴേക്ക് മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ഈ ടെസ്റ്റിൽ ഇന്ത്യക്ക് ഗുണം ചെയ്തോ? വളരെ ശരിയാണ്. ജഡേജയുടെ ഒരു ബാറ്റിംഗ് മികവ് വാഷിംഗ്ടൺ സുന്ദറിന്റെ, പക്ഷേ ജഡേജയും വാഷിംഗ്ടൺ സുന്ദറും അവരുടെ ബോളിംഗും കൂടെ മികച്ച രീതിയിൽ പുറത്തെടുക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇവിടെ ഏറ്റവും നിർണായകം ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ പരാജയപ്പെട്ടത് അത് തന്നെയാണ്. അമിതമായ ഒരു ആത്മവിശ്വാസം തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം 400-ലധികം ലീഡ് നേടിയിട്ട് ഇംഗ്ലണ്ട് അത് 5-ാം ദിവസം ആ റൺസ് കടമ്പ കിടക്കുക എന്നുള്ളത് ഒരു റെക്കോർഡ് തന്നെയാണ്. അത് ഇംഗ്ലണ്ടിന്റെ ബാറ്റർമാരെ നമ്മൾ പ്രശംസിക്കാതെ പറ്റില്ല. കാരണം ഇന്ത്യൻ ബോളർമാരുടെ ഒരു പരാജയമാണ് ആ ഒരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്. പക്ഷെ സമാനമായ രീതിയിൽ വാഷിംഗ്ടൺ സുന്ദർ ആയാലും കൂടാതെ ജഡേജ ആയാലും ഇത് 5-ാമത്തെ ദിവസമാണ്. സ്പിന്നിന് അനുകൂലമാകുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ആ രീതിയിൽ അവരുടെ ബോളിംഗ് മികവ്, ബാറ്റിംഗിൽ വളരെ മികച്ച രീതിയിൽ വാലറ്റക്കാരെന്നുള്ള രീതിയിൽ ശുഭ്മാൻ ഗില്ലുമായി ചേർന്ന കൂട്ടുകെട്ടും എല്ലാ രീതിയിലും ഒരു കൂറ്റൻ ലീഡ് ഇന്ത്യക്ക് കൈവരിക്കാൻ സാധിച്ചത് അവരുടെ രണ്ടുപേരുടെയും പിന്തുണയും കൊണ്ടാണ്. നേരത്തെ രാഘവൻ സൂചിപ്പിച്ച ഒരു കാര്യം കൂടെ, ഋഷഭ് പന്തിന്റെ ബാറ്റിംഗ് ശൈലി, അത് ഏത് ബോളർമാരെയും തകർത്തടിക്കാൻ കഴിവുള്ള ഋഷഭ് പന്ത്. അപ്പൊ ആ കൂട്ടുകെട്ടെല്ലാം തന്നെ ഇന്ത്യക്ക് ഒരു വലിയ ലീഡ് എടുക്കാനായിട്ട് സാധിച്ചു. പക്ഷെ ഇവിടെ ഇനി നിർണായകം ഇന്നത്തെ ദിവസം ബോളർമാരുടെ ഒരു പ്രകടനമാണ്. ആ ബോളർമാർ എങ്ങനെയാണ് പന്തെറിയുക, ക്യാപ്റ്റൻ എങ്ങനെയാണ് ബോളർമാരെ വിനിയോഗിക്കുക, ഇതെല്ലാം ഒരു ചോദ്യചിഹ്നമായിട്ട് മാറുന്നു. യെസ്, ഞാൻ അങ്ങനെയൊക്കെ വരാം. ഷോൺ റോജർ, ഈ ഋഷഭ് പന്ത് ഉപനായകൻ വളരെ ഏകദിന ശൈലിയിൽ എന്ന് വേണമെങ്കിൽ പറയാം, ചിലപ്പോഴൊക്കെ 2020 ശൈലിയിൽ തന്നെ ബാറ്റ് വീശുകയാണ്. അപ്പോൾ ഒരു വശത്ത് സമചിത്തതയോടെ ക്യാപ്റ്റൻ ഗിൽ, മറുവശത്ത് എന്തിനും പോകുന്ന കളി കളിച്ച് ഋഷഭ് പന്ത്. അപ്പോൾ ഈ പന്തിൻ്റെ റോൾ എന്താണ്? തീർച്ചയായിട്ടും ഋഷഭ് പന്തിന്റെ റോള് വളരെ ക്രൂഷ്യലായിരുന്നു ആ 2 ഇന്നിങ്സിൽ. ബിക്കോസ് ഒരു സൈഡിൽ നിന്ന് ശുഭ്മൻ ഗില്ല് അവിടെ വിക്കറ്റ് പോയ സമയത്ത് അവരൊരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാൻ നോക്കുമ്പം അപ്പുറത്തെ സൈഡിൽ നിന്ന് ഋഷഭ് പന്തിന്റെ ആ ഒരു നാച്ചുറൽ കളി കളിക്കാൻ നോക്കിയപ്പോൾ അപ്പുറത്തും ശുഭ്മൻ ഗില്ലിനും കുറച്ച് ഒരു അവന് റിലാക്സ് ചെയ്ത് കളിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ കിട്ടിക്കാണും. അതുകൊണ്ടാണ് അവനും അവിടെ ഒരു ഇന്നിങ്സ് അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റിയത്. പിന്നെ അതേപോലെ തന്നെ ഓപ്പോസിഷന് ഒരു പ്രഷർ അങ്ങനെ കൊടുക്കുന്നു. ഇപ്പോൾ അവർ അങ്ങനെ ഡിഫെൻസീവ് ആവുന്നില്ല, അറ്റ് ദ സെയിം ടൈം അവർ റൺസിന് വേണ്ടി നോക്കുന്നുണ്ട്. അപ്പം അതൊരു ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ആ ഒരു ബാലൻസ് ആണ്. പിന്നെ വിക്കറ്റ് ആ ഒരു സമയത്ത് കൂടുതൽ ഓഫർ ചെയ്തില്ലെങ്കിൽ പിന്നെ ഓപ്പോസിഷൻ ബോളിംഗ് ടീമിന് വളരെ ഡിഫിക്കൽട്ടായിട്ട് തോന്നും. ഒരു വിക്കറ്റ് ഇനി കിട്ടണോ, എപ്പോൾ കിട്ടുമോ എന്നുള്ളൊരു തോന്നൽ വന്നാൽ പിന്നെ അവിടെ നിന്നാണ് ആ 2 ശുഭ്മൻ ഗിൽ ആയിക്കോട്ടെ ഋഷഭ് പന്ത് ആയിക്കോട്ടെ അവിടെ നിന്ന് ആ ഒരു പാർട്ട്ണർഷിപ്പ് മുന്നോട്ട് പോയത്. അതുകൊണ്ടാണ് അവർക്ക് ഒരു വലിയൊരു സ്കോർ അവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റിയത്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ശ്രീ പി രംഗനാഥൻ, അതായത് നമ്മൾ 2 പേരെ മറക്കാനേ പാടില്ലല്ലോ. ഒന്ന് മുഹമ്മദ് സിറാജ്, മറ്റൊന്ന് വലിയ പരിചയസമ്പന്നത ഇല്ലാത്ത ആകാശ്ദീപ്. എത്ര മനോഹരമായാണ് 2 പേരും പന്തെറിയുന്നത്. പ്രത്യേകിച്ച് ഇന്നലത്തെ ആകാശ്ദീപിന്റെ 2 പന്തുകൾ പറയാതെ വയ്യ. വളരെ ശരിയാണ്. അതാണ് ഈ ടെസ്റ്റിന്റെ ഒരു മാറ്റം. കാരണം ആദ്യ ടെസ്റ്റിൽ നിന്ന് പരാജയം ഏറ്റുവാങ്ങി ഇന്ത്യ 2ാമത്തെ ടെസ്റ്റിൽ പുതിയ ബോളറിനെ പരീക്ഷിക്കുന്നു. ആ പരീക്ഷണം ഉജ്ജ്വലമായിട്ട് മുഹമ്മദ് സിറാജും ആദ്യ ടെസ്റ്റിലെ ബോളിംഗ് അല്ലായിരുന്നു 2ാമത്തെ ടെസ്റ്റിൽ ഇപ്പോൾ നടത്തുന്നത്. അദ്ദേഹത്തിന് വളരെ കോൺഫിഡന്റ് ആയിട്ട് അദ്ദേഹം പല പരീക്ഷണങ്ങളും, ബൗൺസർ ആയാലും അദ്ദേഹത്തിന്റെ മൂവ്മെന്റ് ആയാലും, അതായത് ബുംറ ഇല്ലാത്ത ടെസ്റ്റിൽ ഞാനിങ്ങനെ എറിഞ്ഞേ പറ്റൂ എന്ന് തീരുമാനിച്ചുറപ്പിച്ചാണ് സിറാജ് എറിയുന്നത്. വളരെ ശരിയാണ്. അവിടെയാണ് ക്യാപ്റ്റന്റെ ഒരു ഗുണം കൂടെ നമ്മൾ പറയണം. ക്യാപ്റ്റൻ ആ ബോളർമാരിൽ നേടിയ ആ ഒരു ആത്മവിശ്വാസം അവരെ എങ്ങനെ വിനിയോഗിച്ചു. ആകാശിന്റെയൊക്കെ ബോളിംഗ് ശരിക്കും നല്ല ബ്യൂട്ടിഫുൾ ആക്ഷൻ, നല്ല റണ്ണപ്പ്, നല്ല രീതിയിൽ അദ്ദേഹത്തിന് പന്തെറിയാൻ സാധിക്കുന്നു. അത് മാത്രമല്ല സിറാജ് വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്. അവിടെ ഒരു എക്സ്പീരിയൻസിന്റെ ഒരു മികവും കൂടെ സിറാജിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഈ സാങ്കേതിക പ്രശ്നമുണ്ട്. ഞാൻ ഷോൺ റോജറിലേക്ക് വരാം. ഷോൺ, ഈ ആകാശ് ദീപിന്റെ പ്രത്യേകത എന്താണ്? എനിക്ക് തോന്നുന്നു വളരെ വലിയ സ്വിംഗ് അല്ല, സ്വിം ചെയ്യുന്ന പന്തിൽ ഒരു ചെറിയ വ്യത്യാസം, വേരിയേഷൻ. ഒരുപക്ഷെ അതാകും ബാറ്റ്സ്മാനെ കൊടുക്കുന്നതെന്ന് തോന്നുന്നു. കാലിലേക്ക് തുടരെ പന്തുകൾ എറിഞ്ഞ് അവിടെ സ്കോർ ചെയ്യിപ്പിച്ച ശേഷം മനോഹരമായൊരു പന്ത് ഓഫ് സൈഡിലേക്ക് എറിയുന്നു. അത് ഇൻസ്വിംഗറും ഔട്ട് സ്വിംഗറും ഒക്കെ നന്നായി പുള്ളി കൈകാര്യം ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു പറഞ്ഞ പോലെ തന്നെ ആകാശ് ദീപിന്റെ വളരെ ഒരു നല്ലൊരു റണ്ണപ്പും വളരെ നല്ലൊരു ആക്ഷനും
ആ ഒരു ഫിനിഷ് ഡെലിവറി നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. എന്ന് വെച്ചാൽ ഒരു ബാറ്റ്സ്മാനെ കളിപ്പിച്ചിട്ട് എടുത്തു പോകുന്ന ഒരു വിക്കറ്റ്, ഡിഫെൻസ് ചെയ്ത് കീപ്പറിൽ എഡ്ജ് എടുക്കുന്ന രീതിയിലുള്ള വിക്കറ്റ്സാണ് നമുക്ക് കൂടുതൽ പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. സോ വളരെ നല്ല ഒരു ആക്ഷനായിട്ടുള്ള ഒരു നല്ല സീം പ്രസൻറ്റേഷൻ, വളരെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ബോളിംഗാണ് അതിൽ കാണുന്നത്. ശരി, ഒരു കാര്യം കൂടി, ഈ കരുൺ നായർ നല്ല തുടക്കം കിട്ടുന്നു, പക്ഷേ പുറത്താകുന്നു. പക്ഷേ കരുൺ നായരുടെ ഇന്നിങ്സ് ഞാൻ എല്ലാ ഇന്നിങ്സുകളും കണ്ടു. എത്ര മനോഹരമായാണ് അയാൾ ഓഫ് സൈഡിലേക്ക് കളിക്കുന്നതെന്ന്. അതായത് പ്രതിഭയുടെ മിന്നലാട്ടം അതിങ്ങനെ തുടർച്ചയായി ഉണ്ടാകുന്നു, പക്ഷേ വളരെ പെട്ടെന്ന് പുറത്തായി പോകുന്നു. നിർഭാഗ്യമാണോ പ്രശ്നം? തീർച്ചയായിട്ടും ഒരു അൺലക്കി ഫാക്ടർ എന്തായാലും കരുണായിരുന്നു. നല്ല സ്റ്റാർട്ട് കിട്ടുന്നുണ്ട്. ആ നല്ല സ്റ്റാർട്ടിൽ ആ ഒരു 10-30 റൺസ് അടിക്കുന്നതിൽ നല്ല രസത്തോടെ കളിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും ആ ഒരു 100 എന്തായാലും വരുമെന്ന് നല്ല പ്രതീക്ഷയുണ്ട്. പക്ഷേ ഒരു അൺലക്കി ഫാക്ടർ ഉണ്ടായിരിക്കും ഔട്ടാവുന്നത്. ശരി, ഷിപ്പി രംഗനാഥൻ, കരുണിനെ കുറിച്ച്. അല്ല, കരുൺ നായർ മോസ്റ്റ് അൺലക്കി ക്രിക്കറ്റർ. ഡബിൾ സെഞ്ചുറി അടിച്ചിട്ട് ടീമിൽ നിന്ന് പുറത്ത് അടുത്ത ടെസ്റ്റിൽ കളിക്കാൻ പറ്റാത്തൊരു വ്യക്തി. അദ്ദേഹം വീണ്ടും ആഭ്യന്തര ക്രിക്കറ്റിൽ റൺസുകൾ വാരിക്കൂട്ടിയതിനു ശേഷമാണ് വീണ്ടും ടീമിൽ വരുന്നത്. പക്ഷെ ടീമിൽ വന്ന കരുൺ നായർ ആ ഒരു മികവ് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സമ്മർദ്ദമായിരിക്കാം. കാരണം കരുൺ നായർ എടുത്തപ്പോൾ തന്നെ വളരെ അധികം വിമർശനങ്ങളൊക്കെ ഉണ്ടായി, എന്തിനാണ് തിരിച്ചെടുത്തത് കരുൺ നായരിനെ. പക്ഷെ എടുക്കേണ്ട സമയത്ത് എടുക്കാതെ കളിപ്പിക്കേണ്ട ആ ഒരു ആഭ്യന്തര ക്രിക്കറ്റിൽ പെർഫോം ചെയ്ത് എല്ലാ മത്സരങ്ങളിലും പെർഫോം ചെയ്ത് ടെസ്റ്റിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് മാനസികമായിട്ടൊരു കടുത്ത സമ്മർദ്ദമുണ്ട്. അതും ഇംഗ്ലണ്ടിനെതിരെ ഇംഗ്ലണ്ടിൽ കളിക്കുമ്പോൾ. പക്ഷെ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് മികവ് ഒരിക്കലും നമുക്ക് കുറവായിട്ട് പറയാൻ സാധിക്കില്ല. എനിക്ക് തന്നെയും താമസിച്ചു പോയോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. യെസ്, രാഹുലിനെ പറയാതെ പറ്റില്ലല്ലോ. കാര്യം നന്നായി ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഒരു ഇന്നിങ്സിൽ മോശം പ്രകടനമായി പോയെങ്കിൽ പോലും രാഹുലിന്റെ സാന്നിധ്യം എത്രമാത്രം കരുത്തു പകരുന്നുണ്ട് ഈ ടീമിന്. വളരെ വളരെ മികച്ച ഏറ്റവും കെഎൽ രാഹുലിന്റെ ആദ്യ ടെസ്റ്റിൽ നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു നമ്മളെപ്പോഴും രോഹിത് ശർമ്മയുടെ ഒരു കുറവ് എങ്ങനെ ഓപ്പണിംഗ് പരിഹരിക്കും. ഇപ്പൊ ജയ്സ്വാൾ, കെഎൽ രാഹുൽ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഇവരിപ്പോ കെഎൽ രാഹുൽ ഏത് പൊസിഷനിൽ ബാറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു താരമായിട്ട് മാറിയിരിക്കുന്നു. നമുക്ക് കെഎൽ രാഹുലിനെ എനിക്ക് തോന്നുന്നു ഇതുവരെ നോക്കുകയാണെങ്കിൽ ഓപ്പണിംഗ് 1 ഡൗൺ 2 ഡൗൺ 3 ഡൗൺ ഏത് ഓർഡറിലും കെഎൽ രാഹുൽ ഇപ്പോ ബാറ്റ് ചെയ്യാൻ തയ്യാറാണ്. ആ രീതിയിലാണ് പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്ലെയർ ആയിട്ട് കെഎൽ രാഹുൽ മാറിയിരിക്കുന്നു. അത് ഈ ശുഭ്മാൻ ഗില്ലിനെ പോലെയുള്ള ഒരു ശൈലിയാണ്. കാരണം ആ ബാറ്റിങ്ങിന്റെ ആ ഒരു ശൈലി നോക്കുകയാണെങ്കിൽ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഓരോ ഷോട്ടും കളിക്കാൻ പറ്റുന്ന ഒരു താരം. അത് കെഎൽ രാഹുലിന്റെ ആ ഒരു ഡേ ആയിട്ട് മാറ്റുകയാണെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും ഏത് ബോളറിനെയും അദ്ദേഹത്തിന് അനായാസം ബാറ്റ് ചെയ്ത് റണ്ണടിക്കാനായിട്ട് സാധിക്കും. ഷിപ്പി രംഗനാഥൻ, അതായത് സമീപകാല ടെസ്റ്റ് ക്രിക്കറ്റിൽ മിക്ക മത്സരങ്ങളിലും ഫലമുണ്ടാകുന്നുണ്ട്. അതിനൊരുപക്ഷെ കാരണം ഈ 2020യുടെ സ്വാധീനമൊക്കെ ആകാം. കാരണം ജയ്സ്വാളിനെ പോലെ, പന്തിനെ പോലെ താരങ്ങൾ കൂടുതൽ ആക്രമണോത്സുകതയാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ പോലും കാഴ്ചവെക്കുന്നത്. അതാകുമോ കാരണം? ഈ 2020യുടെ സ്വാധീനമാകുമോ ഈ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇത്ര വലിയ മാറ്റം ഉണ്ടാക്കിയത്? അല്ല, അത് പിച്ചിന്റെ ഒരു സ്വാധീനമുണ്ട്. നമ്മളിപ്പോ പിച്ച് ബോളർമാർക്ക് പൂർണ്ണമായിട്ടും ഒരു രീതിയിലും ഒരു ഹെൽപ്പ് കിട്ടുന്നില്ല. നമ്മൾ ആദ്യ ടെസ്റ്റ് കണ്ടാണ് 400 എല്ലാ ഇന്നിങ്സും 400 ഇപ്പൊ സമാനമായ രീതിയിലാണ് ഈ ടെസ്റ്റും പോകുന്നത്. അപ്പൊ പിച്ച് ബാറ്റർമാർക്ക് അനുകൂലമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു. മുൻകാലങ്ങളിൽ അങ്ങനെയല്ല കൃഷ്ണരാജ്. നമ്മളിപ്പോ ഒരു ടെസ്റ്റ് 2 ദിവസത്തിലൊക്കെ തീർന്ന ചരിത്രമുണ്ട്. അപ്പൊ അങ്ങനെ ബോളർമാർക്ക് ഹെൽപ്പ് കിട്ടിക്കൊണ്ടിരുന്ന ഒരു പിച്ച് ഇന്ന് ബാറ്റർമാർക്ക് അനുകൂലമാകുന്നു. കാരണം എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ക്രിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്റർമാരുടെ ഒരു ഗെയിമായിട്ട് മാറും. അപ്പൊ അങ്ങനെ കാണികൾ അത് എൻജോയ് ചെയ്യുന്നു. ഇപ്പൊ ഋഷഭ് പന്തിനെ പോലെയുള്ള ഒരു താരം ബാറ്റ് ചെയ്യാൻ വരുമ്പോൾ തീർച്ചയായിട്ടും ബൗണ്ടറികളും സിക്സുകളും കാണാനായിട്ട് കാണികൾ അത് ആവേശത്തോടു കൂടി നമ്മൾ നോക്കുന്നു. പക്ഷെ ടെസ്റ്റും ആ ശൈലിയിലോട്ട് പോവുകയാണ്. കാരണം ഇപ്പോ നോക്കുകയാണെങ്കിൽ ഒരു ദിവസം 400-ലധികം റൺസ്. മറ്റുള്ള മുൻകാലങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഒരു ടെസ്റ്റിൽ തന്നെ 400 നേടുക എന്നുള്ളത് ഇരു ടീമുകളും അങ്ങനെയായിരുന്നു. അപ്പൊ കാലങ്ങൾ മാറി, ഇന്ന് കളിയുടെ ആ പിച്ചിന്റെ എഫക്റ്റും മാറുന്നു. അതാണ് ഒരു കാരണം. പിച്ചിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് അങ്ങയോട് ഒരു ചോദ്യം കൂടി. അതായത് ഇപ്പോൾ ഇംഗ്ലണ്ടിന്റെ കാര്യങ്ങൾ പിടികിട്ടിയിട്ടുണ്ട്. ശുഭ്മാൻ ഗില്ലിനെ പോലെ, രാഹുലിനെ പോലെ, ഋഷഭ് പന്തിനെ പോലെ, ജയ്സ്വാളിനെ പോലെയുള്ള താരങ്ങളുള്ള ഈ ടീമിനെ ഇംഗ്ലണ്ടിലെ സാഹചര്യങ്ങൾ വലിയ പ്രയാസം ഉണ്ടാക്കുന്നില്ല. അങ്ങനെ ഒരു ചിന്ത ഇംഗ്ലണ്ടിന് ഉണ്ടാകുമോ? അല്ല, ഒരു കാര്യം മനസ്സിലാക്കാം, വരാനിരിക്കുന്ന ടെസ്റ്റുകളിൽ അതാണ് ചോദ്യം. അല്ല, ഇന്നൊരു ക്വാളിറ്റി സ്പിന്നർ ഇംഗ്ലണ്ടിനില്ല. ഒരു ക്വാളിറ്റി ജെയിംസ് ആൻഡർസണമാരി ഒരു ക്വാളിറ്റി ഫാസ്റ്റ് ബോളർ ടീമിലില്ല.
അപ്പൊ അവരെല്ലാം ഒരു മീഡിയം ടീമാണ് അവരുടെ. ഇപ്പൊ ജോ റൂട്ട് മാത്രമാണ് ഒരു എസ്റ്റാബ്ലിഷ്ഡ് പ്ലെയർ ആ ടീമിലുള്ളത്. ഇപ്പൊ നമ്മൾ കേൾക്കുന്ന ഈ സ്മിത്ത് ആയാലും ബാക്കിയുള്ള താരങ്ങളൊക്കെ പുതിയ താരങ്ങളാണ്. അപ്പൊ അവരും ഒരു പുതിയ ടീമാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിനും ഒരു റിസ്ക് എടുക്കാനായിട്ട് ഇംഗ്ലണ്ട് ഒരിക്കലും മുതിരില്ല. കാരണം ഒരു ബോളിംഗ് വിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇന്ത്യൻ ബോളർമാർ വളരെ മികച്ച രീതിയിൽ ഏത് പിച്ചിലും എറിയാൻ കഴിവുള്ള ബോളർമാരായിട്ട് ലോകത്തിൽ മാറിയിരിക്കുന്നു. സിറാജ് ആയാലും ആകാശ് ദീപിലെ കൂടാതെ ബുംറയ്ക്ക് ഒരു വിക്കറ്റ് ലൈവ് വിക്കറ്റ് ആണെങ്കിൽ ബുംറയെ കളിക്കാൻ പാടായിരിക്കും. അത് ഇംഗ്ലണ്ടിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവര് പൂർണ്ണമായിട്ടും ഒരു ബാറ്റിംഗ് വിക്കറ്റ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത്. ശരി, ഏതായാലും ശുഭ്മാൻ ഗിൽ ശുഭപ്രതീക്ഷയാണ് തരുന്നത്. ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ, ഒരു കളിക്കാരൻ എന്ന നിലയിൽ. നമ്പർ 4 എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബാറ്റിംഗ് പൊസിഷനിൽ നന്നായി കളിക്കുന്നു ആ താരം. അനായാസം റൺസ് എടുക്കുന്നു. ക്രിക്കറ്റിൽ ഇത്ര അനായാസമായി റൺസ് എടുക്കാൻ കഴിയുന്നത് എങ്ങനെയെന്ന ചോദ്യത്തിലാണ് നമ്മൾ തുടങ്ങിയത്. അത് തുടരട്ടെ. ഉയരങ്ങൾ കീഴടക്കി ഇന്ത്യൻ ടെസ്റ്റ് ടീമിനെ മുന്നോട്ട് നയിക്കാൻ ഗില്ലിനാകട്ടെ. വളരെയധികം നന്ദി ശ്രീ പി രംഗനാഥൻ, ഡോക്ടർ KN രാഘവൻ, സോണി ചെറുവത്തൂരൊപ്പം ഷോൺ റോജറിന് തൃശൂർ ടൈറ്റൻസിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനും കേരളത്തിൻ്റെ ശുഭ്മാൻ ഗില്ലായി മാറാനും കഴിയട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. സൺഡേ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്തേ.